സന്ദേശം എന്ന വിഷയത്തെക്കുറിച്ച് ഇരുന്ന് ഒരു പ്രഭാഷണം നടത്തുന്നതിനേക്കാൾ കൂടുതൽ ഇരുന്ന് ആ വിഷയം ഒന്ന് പഠിപ്പിക്കാൻ ഇന്ന് ഈ ക്ലാസ് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഇന്ന് പറയുന്ന കാര്യങ്ങൾ എൻ്റെ മുമ്പിലുള്ള കുടുംബാംഗങ്ങളുടെ മനസ്സിൽ എന്നുമുണ്ടാവണം. അതൊരാഗ്രഹം മാത്രമല്ല, അതൊരു പ്രാർത്ഥന കൂടിയാണ്. ഭാരതീയര് 2000-ഓളം അടിസ്ഥാന ഗ്രന്ഥങ്ങളാണ് ഹിന്ദുധർമ്മത്തിൻ്റെ അറിവ് അടങ്ങുന്നതായിട്ട് എഴുതി ലോകസമക്ഷം സമർപ്പിച്ചത്. മറ്റു മതക്കാർക്ക് ഒരു ഗ്രന്ഥമേ ഉള്ളൂ. നമുക്ക് 2000-ഓളം അടിസ്ഥാന ഗ്രന്ഥങ്ങളുണ്ട്. അവയ്ക്ക് സംസ്കൃതത്തിൽ എഴുതിയ 10,000-ഓളം വ്യാഖ്യാനങ്ങളുണ്ട്. ഭാരതത്തിലെ വിവിധ ഭാഷകളിൽ എഴുതിയ 1,00,000-ഓളം ഉപാഖ്യാനങ്ങളുമുണ്ട്. ഭാരതീയ പൈതൃക സന്ദേശങ്ങൾ നിറച്ച് ലോകത്തിന് സമർപ്പിച്ച ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ 2000-ഓളം അടിസ്ഥാന ഗ്രന്ഥങ്ങൾ, 10,000-ഓളം വ്യാഖ്യാനങ്ങൾ, 1,00,000-ഓളം ഉപാഖ്യാനങ്ങൾ. ഇവ എഴുതിയത് ഒരു ആചാര്യനല്ല, ആയിരക്കണക്കിന് ആചാര്യന്മാരാണ്. ഈ ഗ്രന്ഥങ്ങൾ ഒരു വിഷയത്തിലല്ല നിലനിൽക്കുന്നത്, ആയിരക്കണക്കിന് വിഷയങ്ങളിലാണ്. ഇത് ഒരു കാലഘട്ടത്തിൽ എഴുതിയ ഗ്രന്ഥങ്ങളല്ല, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് എഴുതിയ ഗ്രന്ഥങ്ങളാണ്. അപ്പോൾ ഭാരതീയ പൈതൃകത്തിൻ്റെ ആധാരശിലകളായ ഗ്രന്ഥങ്ങൾ നിലനിൽക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, ആയിരക്കണക്കിന് ആചാര്യന്മാര് ആയിരക്കണക്കിന് വിഷയങ്ങളിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി എഴുതിയ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളിലാണ് നമ്മുടെ പൈതൃകം നിലനിൽക്കുന്നത്. അത് ആയിരക്കണക്കിന് ആചാരങ്ങളും വിചാരങ്ങളും വിശ്വാസങ്ങളും സങ്കല്പങ്ങളുമായി ലോകം മുഴുവനും പടർന്ന് പന്തലിച്ചു നിൽക്കുന്നു. ആയിരക്കണക്കിന് ആചാരങ്ങളും വിചാരങ്ങളും വിശ്വാസങ്ങളും സങ്കല്പങ്ങളുമായി ലോകം മുഴുവനും പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഭാരതീയ പൈതൃകത്തിൻ്റെ അന്തസ്സത്ത എന്ത് എന്നൊരു ചോദ്യം ആരെങ്കിലും ആരോടെങ്കിലും എന്നെങ്കിലും ചോദിച്ചാൽ, ഭാരതീയ പൈതൃകത്തിൻ്റെ അന്തസ്സത്ത എന്ത് എന്ന് ആരെങ്കിലും ആരോടെങ്കിലും എന്നെങ്കിലും ചോദിച്ചാൽ അതിനുത്തരം 5 പോയിന്റുകളാണ്, 5 വാക്കുകൾ. ആ 5 വാക്കുകൾ ഇന്ന് ഈ ഭാഗവത സത്രവേദിയിലിരിക്കുന്നവര് വൈകുന്നേരത്തെ ഭക്ഷണവും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഓർമ്മയിൽ ഇന്നു മുതൽക്ക് നിലനിർത്തണം. ഭാരതീയ പൈതൃകത്തിൻ്റെ അന്തസ്സത്ത 1 മൈൻഡ്, മനസ്സ്, 2 ബോഡി, ശരീരം, 3 കുടുംബം, 4 നമ്മുടെ ധർമ്മം അഥവാ സമൂഹം,
5 നമ്മുടെ രാഷ്ട്രം. മൈൻഡ്, ബോഡി, ഫാമിലി, സൊസൈറ്റി ആൻഡ് നേഷൻ. ഇവയ്ക്ക് സസ്റ്റൈനബിൾ ആൻഡ് പെർമനന്റ്. നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല, അടുത്ത നൂറ്റാണ്ടിൽ ഈ ദിവസവും നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാവുകയില്ല. നമ്മൾ ആരും ഈ ഭൂമിയിൽ പെർമനന്റ് അല്ല എന്ന വരി പറഞ്ഞത് തളരാനോ തകരാനോ വളരാനോ ഏതിനാണെന്ന് ചിന്തിക്കുക. ഏതായാലും നമ്മളാരും ഈ ഭൂമിയിൽ സ്ഥിരമല്ല എന്ന് ഓർമ്മിക്കുന്നത് നമ്മുടെ കർമ്മത്തെ, നമ്മുടെ ധർമ്മത്തെ, നമ്മുടെ ഉത്തരവാദിത്വത്തെ, നമ്മുടെ ജീവിതത്തെ കുറെ കൂടി മൂല്യവത്താക്കും. വാല്യൂ ബേസ്ഡ് ലൈഫ്, വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ, വാല്യൂ ബേസ്ഡ് ബിസിനസ്, വാല്യൂ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ, മൂല്യാധിഷ്ഠിതമായ ഒരു ജീവിതത്തിന് ഞാൻ ഈ ഭൂമിയിൽ പെർമനന്റ് അല്ല എന്ന ഓർമ്മ നമ്മളെ തളരാതിരിക്കാൻ, തകരാതിരിക്കാൻ, വരളാതിരിക്കാൻ, വളരാൻ, ഉയരാൻ, ഉണരാൻ സഹായിക്കും. ഈ 6 വാക്കുകളും ഇമ്പോർട്ടൻ്റാ. തളരാതിരിക്കാൻ, തകരാതിരിക്കാൻ, വരളാതിരിക്കാൻ, വളരാൻ, ഉയരാൻ, ഉണരാൻ. അത് സഹായിക്കും. നമ്മൾ ഈ ഭൂമിയിൽ പെർമനന്റ് അല്ല എന്ന ഓർമ്മ കരയാൻ വേണ്ടിയല്ലാതെ. നാഷണൽ ഹൈവേയിൽ ചില സ്ഥലത്ത് ഹമ്പുണ്ട് എന്ന ബോർഡ് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ ചിലരെ കണ്ടു കാണും, ഒരു കർവ് വെച്ചിരിക്കുന്നത്. റോഡിലൂടെ പോകുമ്പോൾ ഒരു ഹമ്പ് റോഡിലുണ്ട് എന്ന സൂചന നൽകുന്ന ബോർഡ് കാണുമ്പോൾ ആരും വണ്ടി ഓടിക്കുന്നത് നിർത്താറില്ല. ഇനി വണ്ടി ഓടിക്കണ്ട എന്ന് തീരുമാനിക്കാറുമില്ല. പക്ഷേ ഹമ്പുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ വണ്ടിയുടെ വേഗത ഒന്ന് കുറയ്ക്കണം, അല്ലെങ്കിൽ വണ്ടി എടുത്ത് ചാടും എന്ന് സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെയാണ് ജീവിതത്തിൽ ഐ ആൻഡ് യു, വി ആർ നോട്ട് പെർമനന്റ് ഹിയർ. ഈ ലോകത്തിൽ ഒന്നും പെർമനന്റ് അല്ല, ഒന്ന് മാത്രം പെർമനന്റ് ആണ്. കുറച്ചു മുമ്പ് പ്രഭാഷണം ചെയ്ത സ്വാമിമാരെ പോലെ ആത്മീയതയിലൂടെയല്ല ഈ പ്രഭാഷണം പോകുന്നത്, ആത്മീയതയുടെ സത്ത് ചേർത്തിട്ടാണെന്നേ ഉള്ളൂ. ഒന്ന് പെർമനന്റ് ആണ്. അതെന്താണ്? നമ്മളും നമ്മളുമായി ബന്ധപ്പെട്ടതുമെല്ലാം ടെമ്പററി ആണ് എന്നുള്ളത് പെർമനന്റ് ആണ്. നമ്മളും നമ്മളുമായി ബന്ധപ്പെട്ടതെല്ലാം താൽക്കാലികമാണ് എന്ന സന്ദേശം സ്ഥിരമാണ്. അതുകൊണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന കുടുംബാംഗങ്ങളോട് എനിക്ക് പറയാനുള്ളത്, വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പടുത്തതും പറ്റിച്ചെടുത്തതും തട്ടിപ്പറിച്ചതും തിരിച്ചു പോകുമ്പോ കൊണ്ടുപോവില്ല. വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പടുത്തതും പറ്റിച്ചെടുത്തതും തട്ടിപ്പറിച്ചതും തിരിച്ചു പോകുമ്പോ കൊണ്ടുപോവില്ല എന്ന ഒരോർമ്മ, മെമ്മറി, അതുണ്ടാവണം. അതുണ്ടായാൽ ജീവിതം ധന്യമാവും. അതുണ്ടാവണം എന്ന് പറഞ്ഞ വാക്കിൻ്റെ വരിയുടെ അർത്ഥം
നമ്മൾ ആഡംബരത്തോടു കൂടി ജീവിക്കരുത് എന്നൊന്നുമല്ല. എത്ര ആഡംബരം വേണോ അതെല്ലാം ആവാം. എത്ര സുഖ സൗകര്യങ്ങൾ വേണോ അതെല്ലാം ആവാം. ഋഗ്വേദത്തില് വരുന്ന പരിശിഷ്ട മന്ത്രമായ ശ്രീസൂക്തത്തിന്റെ ബലശ്രുതിയിൽ പറയുന്നു, ധനമഗ്നിർ ധനം വായുർ ധനം സൂര്യോ ധനം വസോ ധനമിന്ദ്രോ ബൃഹസ്പതിർ അരുണം ധനമശ്നുതേ. ധനം തരിക എനിക്ക്, അശ്വദായി ഗോദായി ധനദായി മഹാധനേ ധനം മേം ജുഷതാം ദേവി സർവകാമംശ്ച ദേഹി മേം പുത്ര പൗത്ര ധനം ധാന്യം ഹസ്തിശ്വാദികവേരജം. എനിക്കെല്ലാ നന്മകളും എല്ലാം എനിക്ക് തരിക. ആഡംബരം തെറ്റല്ല. ആഡംബരത്തിനു വേണ്ടിയുള്ള സമ്പത്ത് തെറ്റായ രീതിയിൽ ഉണ്ടാക്കിയാൽ, അധാർമികമായി ജീവിച്ചാൽ, അർഹതയില്ലാത്ത പലതും വെട്ടിപ്പിടിക്കുകയോ കെട്ടിപ്പടുക്കുകയോ പറ്റിച്ചെടുക്കുകയോ തട്ടിപ്പറിക്കുകയോ ചെയ്താൽ, മഹാകവി ഉള്ളൂര് പറഞ്ഞതും രാമായണത്തിലെ ശ്രീരാമൻ രാവണനെ നോക്കി ലക്ഷ്മണനോട് പറഞ്ഞതും, താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ മറ്റൊരുവൻ അനുഭവിച്ചിടുകെന്നേ വരൂ എന്നല്ല, അവനവൻ അനുഭവിച്ചിടുകെന്നേ വരൂ. For every action there is an equal and opposite reaction. അത് പാശ്ചാത്യ വീക്ഷണം. ഭാരതത്തിന്റെ വീക്ഷണം, for every action there is an equal and opposite reaction to be experienced by the actor. To be experienced by the actor. ഭാരതത്തിന്റെ വീക്ഷണം സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അല്ല. ഭാരതത്തിന്റെ വീക്ഷണം സർവൈവൽ ഓഫ് ദ നോബ്ലസ്റ്റ് ആണ്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ഭാരതത്തിന്റെ വീക്ഷണമല്ല. അതുകൊണ്ട് തന്നെ ഓർമ്മിക്കാൻ സാധിക്കുമെങ്കിൽ ഓർമ്മിക്കാം, ഏതാണ്ട് 27,000 ദിവസം ജീവിക്കുന്ന നമ്മള്, 85 വർഷം ജീവിക്കുന്ന നമ്മള്, ഒരു ദിവസം 23,080 പ്രാവശ്യം 23,080 ടൈംസ് ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന നമ്മള്, അതിപ്രഗത്ഭനായ ഇംഗ്ലീഷ് മഹാകവി പറഞ്ഞതുപോലെ, ടി.എസ്. എലിയട്ട് പറഞ്ഞതുപോലെ, എവറി ബ്രത്ത് ഈസ് ടേക്കിംഗ് യു ടുവേർഡ്സ് ഗ്രേവിയാർഡ്. ഓരോ ശ്വാസോച്ഛ്വാസവും നമ്മളെ ശ്മശാനത്തിലേക്ക് നയിക്കുന്നു. ഓരോ ശ്വാസോച്ഛ്വാസവും നമ്മളെ ശ്മശാനത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ 2 ചോദ്യങ്ങൾ ഉണ്ടാവണം. ഹൗ ലോങ് യു ആർ ലിവിങ് ആൻഡ് ഹൗ യു ആർ ലിവിങ്. ഹൗ ലോങ് യു ആർ ലിവിങ്. എത്ര കാലം നിങ്ങൾ ജീവിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, എങ്ങനെ നിങ്ങൾ ജീവിക്കുന്നു. എത്ര കാലം ജീവിക്കുന്നു എന്ന ചോദ്യത്തിന് ഏകദേശമെല്ലാം ഉത്തരം പറയാം. എങ്ങനെ ജീവിക്കുന്നു എന്ന ചോദ്യത്തിന് എൻ്റെ മുമ്പിലിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക്, എൻ്റെ മുമ്പില് ഭാഗവത സത്രത്തില് ഇരിക്കുന്ന ഭക്തന്മാർക്കും ഭക്തന്മാരല്ലാത്തവർക്കും, ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിംകൾക്കും, എൻ്റെ മുമ്പിലിരിക്കുന്ന ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും മധ്യപക്ഷത്തിനും പറയാൻ സാധിക്കണം, ഐ ആം ലിവിങ് എ യൂസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ, പർപ്പസ്ഫുൾ ആൻഡ് പീസ്ഫുൾ ലൈഫ്.
ഉപയോഗപ്രദമായൊരു ജീവിതം, ഫലപ്രദമായൊരു ജീവിതം, ലക്ഷ്യബോധത്തോടു കൂടിയ ജീവിതം, ശാന്തമായ ജീവിതം. ഒന്നുകൂടി പറയാം, 4 ഇംഗ്ലീഷ് വാക്ക്: യൂസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ, പർപ്പസ്ഫുൾ ആൻഡ് പീസ്ഫുൾ ഫോർ മീ ആൻഡ് all those who are connected with me. എനിക്കും ഞാനുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും, ഒന്നുകൂടി, എനിക്കും ഞാനുമായി പ്രത്യക്ഷമായും പരോക്ഷമായും ബന്ധപ്പെട്ട എല്ലാവർക്കും എൻ്റെ ജീവിതം കൊണ്ട് പ്രയോജനം ഉണ്ടാവണം. എൻ്റെ ജീവിതം അവർക്ക് ഫലപ്രദമാകണം. എൻ്റെ ജീവിതം ലക്ഷ്യബോധമുള്ളതാവണം. എൻ്റെ ജീവിതം ശാന്തമാകണം. ഒരൊറ്റ വാക്കില് അർത്ഥവത്തായൊരു ജീവിതം, മീനിങ് ഫുൾ ലൈഫ്. അങ്ങനെ ഒരു ജീവിതം നയിക്കുമ്പോൾ മഹാകവി ഉള്ളൂര് പറഞ്ഞ വരി നമ്മുടെ മനസ്സിൽ നിറഞ്ഞിരിക്കട്ടെ. നമിക്കിലുയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം, നമുക്ക് നാമേ പണിവത് നാഗം, നരകവും അതുപോലെ. നമുക്ക് നാമേ പണിവത് നാഗം, നരകവും അതുപോലെ. അതുകൊണ്ട് ലോകപ്രശസ്തനായ ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരൻ, ഭാരതത്തെ മാതാവിന് തുല്യം സ്നേഹിച്ച ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരൻ, ഭാരതമാതാവിൻ്റെ കാലുകളിൽ പ്രണമിച്ച ഇംഗ്ലീഷുകാരൻ പറഞ്ഞൊരു വരി ഭാഗവത സത്രത്തില് ശ്രീകൃഷ്ണന്റെ മുമ്പിൽ വെച്ച് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നെ വളരെയധികം സ്വാധീനിച്ച ഒരു വരി. അമർനാഥ് ഗുഹയുടെ അടുത്തെത്തി ഞങ്ങള്. ഐസിലൂടെ നടക്കാൻ വയ്യ, 1 ഇഞ്ച് ശരീരം നീങ്ങില്ല. ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ തളർന്നു, തകർന്നു, ഒരു തരത്തിലും നീങ്ങില്ല. തിരിച്ചു പോകാമെന്നായപ്പോ അപ്പോഴും ഓർമ്മിച്ചത് ഈ വരിയാണ്. 3 ദിവസം 52 കിലോമീറ്റർ കൈലാസ പർവ്വതം നടന്ന് പരിക്രമം ചെയ്തപ്പോഴും വയ്യ. സരയൂ നദിയിൽ മുട്ടുകുത്തിയപ്പോഴും മനസ്സിന് ആവേശം പകർന്നത് മാർക്ക് ട്വൈൻ എഴുതിയ ഭാരതമാതാവിൻ്റെ മടിത്തട്ടിൽ ജനിക്കാൻ ഭാഗ്യം കിട്ടിയില്ലെങ്കിൽ പോലും ഭാരതത്തെ മാതാവായി കാണാൻ സാധിച്ച മാർക്ക് ട്വൈൻ പറഞ്ഞ വരിയുണ്ട്. ഫ്രം നൗ ആഫ്റ്റർ 20 years, from now after 20 years, if you look back, you will be more disappointed. You will be more disappointed on what you have not done than what you have done. മലയാളത്തിൽ പറയാം, ഇന്ന് നമ്മൾ ജീവിക്കുന്നു. ഇനി ഒരു 20 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ദുഃഖിക്കുന്നു എങ്കിൽ ആ ദുഃഖിക്കുന്നത് നിങ്ങൾ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ഓർത്തിട്ടായിരിക്കില്ല, ചെയ്യാത്ത കാര്യങ്ങളെ കുറിച്ച് ഓർത്തിട്ടായിരിക്കും. 20 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ദുഃഖിക്കുന്നത് നമ്മൾക്ക് ചെയ്യാൻ അവസരമുണ്ടായിട്ടും നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളെ കുറിച്ചായിരിക്കും. അതുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് എൻ്റെ മുമ്പിലുള്ള കുടുംബാംഗങ്ങളോട് ഗോപാലകൃഷ്ണൻ വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. കൈകൾ രണ്ടും കൂപ്പി അഭ്യർത്ഥിക്കുന്നു.
നമ്മുടെ രാഷ്ട്രം, നമ്മുടെ ധർമ്മം, നമ്മുടെ കുടുംബം, നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ് തിരിച്ചിട്ടാൽ the mind, the body, the family, the dharma and the nation, ഇവയ്ക്ക് സസ്റ്റൈനബിൾ ആൻഡ് പെർമനന്റ്, ശാശ്വതവും സ്ഥിരവുമായ നന്മകൾ വരുത്താനുള്ള കർമ്മപന്ഥാവ് അത് വേറെ ആരെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ച് ആ ഉത്തരവാദിത്വം എൻ്റേതല്ല വേറെ വല്ലവരുടേതുമാണെന്ന് വിചാരിച്ച് മാറി നിൽക്കല്ലേ. നിങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട്, നമുക്കും ഉത്തരവാദിത്വമുണ്ട്. യമധർമ്മരാജാവിനോട് നചികേതസ് ചോദിച്ചൊരു ഒരു സന്ദേശമുണ്ട്. ജീവിതത്തെ ധന്യമാക്കാൻ, ജീവിതത്തെ യൂസ്ഫുള്ളും ഫ്രൂട്ട്ഫുള്ളും പർപ്പസ്ഫുള്ളും പീസ്ഫുള്ളുമാക്കാൻ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളും ആചാരങ്ങളും വിചാരങ്ങളും വിശ്വാസങ്ങളും സങ്കല്പങ്ങളും നമുക്കേത് സന്ദേശമാണോ നൽകുന്നത് ആ സന്ദേശത്തെ ധന്യമാക്കാൻ കാലത്തിൻ്റെ മൂർത്തിമത് ഭാവമായ കാലത്തിൻ്റെ മൂർത്തിമത് ഭാവമായ കാലസ്യ അപത്യം പുമാൻ കാലഃ യാമസ്യ അപത്യം പുമാൻ യമഃ. നിമിഷങ്ങളുടെ നേതാവാണ് യമൻ, കാലത്തിൻ്റെ രാജാവ്. കാലൻ നചികേതസ്സിനോട് പറഞ്ഞു, ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത. ഉത്തിഷ്ഠത, ഗ്ലോറിയസ്ലി സ്റ്റാൻഡ് അപ്പ്, ചൈതന്യവത്തായി എഴുന്നേറ്റ് നിൽക്കൂ. ജീവിതത്തിലെ പ്രതിബന്ധങ്ങളും ദുഃഖങ്ങളും വേദനകളും തടസ്സങ്ങളും ഇവയെല്ലാം ജീവിതത്തിൻ്റെ ഭാഗം. എത്ര കാലം ശ്രീകൃഷ്ണൻ ജീവിച്ചോ അത്രയും കാലം ശ്രീകൃഷ്ണൻ കരഞ്ഞിട്ടില്ല. ലോകത്തിൽ കരയാത്ത ഒരേ ഒരു ഈശ്വരൻ, ഒരേ ഒരു അവതാരം, ഒരു മിനിറ്റ് പോലും വിശ്രമിക്കാത്ത കൃഷ്ണൻ. ഉത്തിഷ്ഠത, ഗ്ലോറിയസ്ലി സ്റ്റാൻഡ് അപ്പ്. ജാഗ്രത, ജഗത്തിലാണ് നിലനിൽക്കുന്നതെന്ന ബോധമുണ്ടാവുക. ജഗത്തിലാണ് നിലനിൽക്കുന്നത് എന്ന ബോധമുണ്ടാവുക. ജാഗ്രത, ജഗത്തെന്ന് പറഞ്ഞാൽ ജനിച്ച് നിലനിന്ന് ഇല്ലാതെയാകുന്നതെന്തോ അത് ജഗത്ത്. ജനിച്ച് നിലനിന്ന് ഇല്ലാതെയാകുന്നതെന്തോ അത് ജഗത്ത്. അതിലാണ് നിലനിൽക്കുന്നതെന്ന ബോധമുണ്ടാവുക. അപ്പ ജാഗ്രത എന്ന വരിയുടെ സന്ദേശം, റിമെമ്പർ ദാറ്റ് യു ആർ നോട്ട് പെർമനന്റ് ഹിയർ. നമ്മളിവിടെ ശാശ്വതരല്ല എന്നോർമ്മിക്കുക. പ്രാപ്യവരാൻ നിബോധത, അറിവുള്ളവരിൽ നിന്ന് അറിവ് നേടിക്കൊണ്ട് ധന്യരായി ഉയരുക, വളരുക. Acquire knowledge from the scholars and enlighten yourself. ഈ വരി മറക്കരുത് എൻ്റെ മുമ്പിലുള്ളവര്. യമധർമ്മരാജാവിൻ്റെ വരി, ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാ നിബോധത. അതെഴുതിയ ഋഷിവര്യൻ തന്നെ കഠോപനിഷത്തിൽ പറയുന്നു, ക്ഷുരസ്യ ധാരാ നിശിതാദുരത്യയ ദുർഗം പദസ്തത് കവയോ വദന്തി. ഇപ്പൊ പറഞ്ഞ 3 വാക്ക്, ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാ നിബോധത എന്ന 3 സന്ദേശം ജീവിതത്തിൽ പകർത്താൻ അത്ര എളുപ്പമല്ല. അത് ബാർബറുടെ കയ്യിലുള്ള കത്തി, ബാർബറുടെ ക്ഷുരസ്യധാര, ബാർബറുടെ കയ്യിലുള്ള
കത്തിയുടെ മൂർച്ചയുള്ള ഭാഗത്തു കൂടെ നടക്കുന്നത് പോലെ ദുർഘടമാണ്. എങ്കിലും ഓർമ്മിക്കുക, 85 വയസ്സുവരെ ജീവിക്കുന്ന നമ്മൾ, 60 ടൺ ഭക്ഷണം കഴിക്കുന്ന നമ്മൾ, ഡേ ഓഫ് ബർത്ത് മുതൽക്ക് ഡേ ഓഫ് ഡെത്ത് വരെ സമയമാം രഥത്തിൽ നാം ശ്മശാന യാത്ര ചെയ്യുന്ന നമ്മൾ എത്ര കാലം ജീവിക്കുന്നു? ജീവിക്കുന്നിടത്തോളം എങ്ങനെ ജീവിക്കുന്നു? അതിനുത്തരം ധന്യമായൊരു ജീവിതം നയിക്കാൻ ഭാരതത്തിൽ നമ്മളോട് സന്ദേശം നൽകിയിരിക്കുന്നു. വേദത്തിലൂടെ, ഇതിഹാസങ്ങളിലൂടെ, പുരാണങ്ങളിലൂടെ 3 പന്താവ്. വേദത്തിൻ്റെ പന്താവ് സന്ദേശങ്ങളിലൂടെ മനസ്സിൽ മാറ്റം വരുത്തുക, സന്ദേശങ്ങളിലൂടെ ശരീരത്തിലെ നന്മകളിലേക്ക് മാറ്റം വരുത്തുക, സന്ദേശങ്ങൾ കേട്ട് കുടുംബ ജീവിതത്തെ ധന്യമാക്കുക, സന്ദേശങ്ങൾ കേട്ട് നമ്മുടെ ധർമ്മത്തെ സംരക്ഷിക്കുക, സന്ദേശങ്ങൾ കേട്ട് പരമപവിത്രമായ ഭാരതത്തെ ലോകത്തിൻ്റെ ആത്മീയ തലസ്ഥാനമാക്കാനായിട്ട് വേദങ്ങൾ ഉദ്ഘോഷിക്കുന്നു. വേദം ജാതിക്കും മതത്തിനും ഇസത്തിനും പ്രായത്തിനും വർഗവർണ്ണ ഭാഷാ വ്യത്യാസങ്ങൾക്കും അതീതമായ ഗ്രന്ഥമാണ്. എൻ്റെ മുമ്പിലുള്ളവരോട് എനിക്കൊരു അഭ്യർത്ഥന, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു വേദമെങ്കിലും നിങ്ങൾ കേൾക്കണം. ഒരു വേദമെങ്കിലും നിങ്ങൾ കേൾക്കണം. മരിക്കുന്നതിന് മുമ്പ് 4+1 5 വേദങ്ങൾ, ഋഗ്വേദം, കൃഷ്ണയജുർവേദം, ശുക്ലയജുർവേദം, സാമവേദം, അഥർവവേദം, ഇതിലേതെങ്കിലും ഒന്ന് നമ്മളെ പലരും പറഞ്ഞ് പഠിപ്പിച്ചു. അത് സവർണർക്കുള്ളതാണ്, അത് ബ്രാഹ്മണർക്കുള്ളതാണ്. അല്ല, 42 വർഷം ഭാരതീയ പൈതൃകം പഠിപ്പിക്കാൻ ഭാഗ്യം കിട്ടിയ, ജഗതീശ്വര അനുഗ്രഹം കിട്ടിയ എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കും, വേദത്തിൻ്റെ വരികൾ എഴുതിയ 210 ഋഷിവര്യന്മാരിൽ ഒരാൾ പോലും ബ്രാഹ്മണനായിരുന്നില്ല. വേദം പകുത്ത വേദവ്യാസൻ ബ്രാഹ്മണനായിരുന്നില്ല. നമ്മൾ അനുഷ്ഠിക്കുന്ന ആചാരങ്ങൾ എഴുതിയ മഹീദാസ ഐതരേയൻ ബ്രാഹ്മണനായിരുന്നില്ല. ശ്രീകൃഷ്ണൻ ബ്രാഹ്മണനല്ല, ശ്രീരാമൻ ബ്രാഹ്മണനല്ല. അതിപ്രഗത്ഭരായി ഇന്നും ജീവിച്ചിരിക്കുന്ന അവതാരങ്ങളും ഋഷിവര്യന്മാരും പലരും ബ്രാഹ്മണരല്ല. ആരോ പറഞ്ഞുണ്ടാക്കി വേദം കേൾക്കരുത്, പഠിക്കരുത്. നിങ്ങൾ പഠിച്ചാൽ അത് വളരെയധികം പ്രശ്നമുള്ളതാണ്. ചെവിയിൽ ഈയമൊരുക്കി ഒഴിക്കണം. നമ്മുടെ ഗ്രന്ഥത്തിൽ അത് പറഞ്ഞിട്ടില്ല. ഹിന്ദുക്കളെ പരസ്പരം അടിപ്പിക്കാൻ, ഭിന്നിപ്പിക്കാൻ ആരൊക്കെയോ ഉണ്ടാക്കിയ ആ തിന്മകളിൽ ഇന്നും ഉറങ്ങരുത്. വേദത്തിൻ്റെ സന്ദേശങ്ങൾ മുഴുവനും അർത്ഥം മനസ്സിലാക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും. എങ്കിലും സന്ദേശങ്ങൾ പഠിച്ച് നമ്മുടെ മനസ്സിനകത്ത് തിന്മകളിൽ നിന്ന് നന്മകൾ, നമ്മുടെ ശരീരത്തെ അനാരോഗ്യത്തിൽ നിന്ന് ആരോഗ്യത്തിൽ, നമ്മുടെ കുടുംബത്തെ കുടുംബ ഛിദ്രത്തിൽ നിന്ന് കുടുംബ ഭദ്രതയിലേക്ക്, നമ്മുടെ സമൂഹത്തെ ധർമ്മത്തെ അപച്യുതിയിൽ നിന്ന് നന്മയിലേക്ക്, നമ്മുടെ രാഷ്ട്രത്തെ തകർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് എത്തിക്കാൻ വേദത്തിൻ്റെ സന്ദേശത്തിന് സാധിക്കും. 62 വർഷങ്ങൾ കൊണ്ട് ഇംഗ്ലീഷുകാർക്ക് ആഫ്രിക്കൻ കോണ്ടിനെന്റിലുള്ളവരെ മൊത്തത്തിൽ മതം മാറ്റാൻ സാധിച്ചു. 252 വർഷം ഭാരതം ഭരിച്ചിട്ടും ഇംഗ്ലീഷുകാർക്ക് ഭാരതത്തെ അടിമുടി മതം മാറ്റാൻ സാധിച്ചില്ല. കാരണം ഭാരതം എന്ന രാഷ്ട്രം ജീവിക്കുന്നത് വേദത്തിൻ്റെ വരിയിലാണ്. നിർഭാഗ്യവശാൽ നമുക്ക് വേദം എന്ന് പറഞ്ഞാൽ അത് ബ്രാഹ്മണർക്കുള്ളതാണെന്നൊരു ധാരണ, കേൾക്കരുതെന്നൊരു ധാരണ. ഞാൻ ഏത് സദസ്സിലും വരാൻ തയ്യാറാണ്. ആരെങ്കിലും ഒരാൾ ചൂണ്ടിക്കാണിക്കുന്നു എങ്കിൽ വേദം ബ്രാഹ്മണർക്ക് മാത്രമേ പഠിക്കാവൂ എന്ന് ഏത് ബുദ്ധിജീവിയോ ഇടതുപക്ഷക്കാരനോ
യുക്തിവാദിയോ ചൂണ്ടിക്കാണിച്ചാൽ ആ നിമിഷം ഗോപാലകൃഷ്ണന്റെ അച്ഛൻ ഗോപാലകൃഷ്ണന്റെ കഴുത്തിൽ 4-ാമത്തെ വയസ്സിലിട്ട പൂണൂല് അവിടെ ഇറക്കി വെക്കാൻ തയ്യാറാ. പൂണൂലിനോട് ബഹുമാനം ഇല്ലാത്ത കൊണ്ടല്ല, ഉറപ്പുണ്ട് അതൊരാൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടാവില്ല നമ്മുടെ ഗ്രന്ഥത്തില്. അതുകൊണ്ട് എൻ്റെ മുമ്പിലുള്ളവരോട് വേദം പഠിക്കണമെന്ന് ഞാൻ പറയില്ല. ബുദ്ധിമുട്ടാ, അത്ര എളുപ്പമൊന്നുമല്ല വേദം പഠിക്കല്. സത്യം, ധർമ്മം, നീതി, ന്യായം സന്ദേശങ്ങള്, ശാശ്വതമായ നന്മയ്ക്കുതകുന്ന സന്ദേശങ്ങള്. അതുകൊണ്ടാണ് ബൈബിള് UNO വേൾഡ് ഹെറിറ്റേജ് ആക്കിയിട്ടില്ല. ഖുറാനും വേൾഡ് ഹെറിറ്റേജ് അല്ല, വേദങ്ങളെയാണ് കഴിഞ്ഞ വർഷം വേൾഡ് ഹെറിറ്റേജ് ആക്കി മാറ്റിയത്, UNOയിലുള്ളത്. കഴിഞ്ഞ വർഷം നാസായിലേക്ക് പോകാൻ ഒരു ഭാഗ്യം കിട്ടി എനിക്ക്. നാസായില് ഹ്യൂസ്റ്റണിൽ നിന്ന് 35 മൈൽ അപ്പുറത്തുള്ള സ്ഥാപനത്തില് അവിടുത്തെ ശാസ്ത്രജ്ഞന്മാര് പ്രവർത്തിക്കുന്നത് പലരും വേദമന്ത്രങ്ങൾ കേട്ടിട്ടാണ്. ആ വഴിയിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. അതുകൊണ്ട് എൻ്റെ മുമ്പിലുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഒരു 100 സന്ദേശം വേദത്തിന്റെ നിങ്ങൾ പഠിക്കണം. അസതോമ സദ്ഗമയ ഒരു സന്ദേശമാണത്. തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതം ഗമയ സഹന വവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ ഭദ്രം കർണേഭി ശൃണുയാമ ദേവ സംഗച്ഛധ്വം സംവാദധ്വം സംവോ മനാംസി ജാനതാ ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാന ഉപാസതേ സമാനോ മന്ത്ര സമിതി സമാനീ സമാനം മനസഹ ചിത്തമേഷ. ഉജ്ജ്വലമായ വരി. ലാസ്റ്റ് ഞാൻ പറഞ്ഞത് ഇന്റർനാഷണൽ ഓർഗനൈസേഷന് UNO അപ്രൂവ് ചെയ്തിരിക്കുന്ന ഐകമത്യ സൂക്തം, ദ മന്ത്ര ഓഫ് യൂണിറ്റി. 100 സന്ദേശം നിങ്ങൾ പഠിക്കണം. പഠിക്കാൻ 2 ദിവസം മതി, ബൈഹാർട്ടാക്കണ്ട, അർത്ഥം മാത്രം പഠിച്ചാൽ മതി. അതേപോലെ ഇതിഹാസങ്ങള്, വേദങ്ങളിലൂടെ സന്ദേശങ്ങൾ നൽകിയിരിക്കുന്നു, ഇതിഹാസങ്ങളിലൂടെ അനുഭവങ്ങൾ നൽകിയിരിക്കുന്നു. ഓരോ അനുഭവവും നമ്മുടെ മനസ്സിനെ ഉയർത്തണം. തളർച്ചയിൽ നിന്ന്, തകർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് ഊർജ്ജസ്വലമായി മനസ്സുണരണം. നമ്മുടെ മനസ്സിനകത്തുണ്ട് വാശിയും പകയും വിദ്വേഷവും, കുറേയെല്ലാം അഹങ്കാരവും, എൻ്റേതുൾപ്പെടെ നമ്മുടെ മനസ്സില് ഇതെല്ലാം ഉണ്ട്. വിവേകാനന്ദന്റെ മനസ്സിലുണ്ടായിരുന്നു, രാമകൃഷ്ണ പരമഹംസന്റെ മനസ്സിലുണ്ട്, ശ്രീരാമന്റെയും ശ്രീകൃഷ്ണന്റെയും മനസ്സിലുണ്ട്. നന്മകളും തിന്മകളും. ഒരു വ്യത്യാസം മാത്രം, നന്മയുടെ അളവ് അവരിലെല്ലാം വളരെ കൂടുതലാണ്, തിന്മയുടെ അളവ് അവരുടെ മനസ്സില് വളരെ കുറവാണ്. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും അഥവാ നമുക്ക് എന്നും മനസ്സിനെ അസതോമാ സദ്ഗമയ, മനസ്സിനെ തമസോമാ ജ്യോതിർഗമയ, മനസ്സിനെ മൃത്യോർമ അമൃതം ഗമയ. നമ്മുടെ മനസ്സിനെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക്, നമ്മുടെ മനസ്സിനെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, നമ്മുടെ മനസ്സിനെ താൽക്കാലികമായ ദുഃഖങ്ങളിൽ നിന്ന് ശാശ്വതമായ സമാധാനത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചാൽ അതാണ് മനസ്സിനെ എലിവേറ്റ് ചെയ്യുക. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിലെ 6-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ വരിയിൽ പറഞ്ഞു, 700 ശ്ലോകങ്ങളുള്ള ഭഗവത്ഗീതയില് ഏറ്റവും ഉജ്ജ്വലമായ ശ്ലോകം ഏത്? ഭഗവത്ഗീതയിലെ ഏറ്റവും ഉജ്ജ്വലമായ ശ്ലോകം 6-ാം അധ്യായത്തിലെ 5-ാമത്തെ വരിയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഉദ്ധരേതാത്മനാത്മാനം, അവനവൻ ഉദ്ധരിക്കുക. എലിവേറ്റ് യുവർ സെൽഫ്, പ്രോഗ്രസ് യുവർ സെൽഫ്, ഡെവലപ്പ് യുവർ സെൽഫ്, മാർച്ച് ഫോർവേഡ് ബൈ യുവർ സെൽഫ്. ഉദ്ധരേതാത്മനാത്മാനം. കൃഷ്ണൻ പറഞ്ഞു, ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, ഉദ്ധരേത് ആത്മനാത്മാനം, അവനവൻ ഉയർത്തുക. ന ആത്മാനം അവസാദയേത്, അവനവൻ തളർത്താതിരിക്കുക, തകർക്കാതിരിക്കുക.
never degrade yourself, never belittle yourself, never denigrate yourself. Allaveri elevate yourself, never degrade yourself. Etra ഗംഭീരം ഈ ഒരു വരി മനസ്സിലുണ്ടാവണം. അവനവൻ ഉയർത്തുക, അവനവൻ തകർക്കാതിരിക്കുക. ആത്മൈവ ഹ്യാത്മനോ ബന്ധുവോ, അവനവന്റെ ബന്ധു അവനവൻ തന്നെയാണ്, അവനവന്റെ ശത്രു അവനവൻ തന്നെയാണ്. I myself is my closest relative and also I myself is my closest enemy. എൻ്റെ ഏറ്റവും അടുത്ത ശത്രുവും എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവും ഞാൻ തന്നെ. സാധിക്കുമെങ്കിൽ ബൈഹാർട്ടാക്കുക. എപ്പോഴെല്ലാം നിങ്ങളുടെ മനസ്സ് തളരുന്നുവോ, എപ്പോഴെല്ലാം മനസ്സ് തകരുന്നുവോ, അപ്പോഴെല്ലാം ഈ വരി നിങ്ങൾക്ക് ഓർമ്മയിരിക്കട്ടെ. അവനവന്റെ ബന്ധു അവനവൻ തന്നെ, അവനവന്റെ ശത്രുവും അവനവൻ തന്നെ. അവനവന്റെ മനസ്സിനെ ഉയർത്തേണ്ടത് അവനവൻ തന്നെ. അവനവനെ തളർത്താതെ തകർക്കാതിരിക്കേണ്ടതും അവനവൻ തന്നെയാണ് എന്നോർമ്മിക്കുക. നമ്മൾ ഈ ഭൂമിയിൽ പെർമനന്റ് അല്ല. അതുകൊണ്ട് തന്നെ മനസ്സിനോട് പറയുക, എൻ്റെ മുമ്പിലുള്ളവര് കൃഷ്ണന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, രാമന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, ക്ഷേത്രത്തിൽ ശ്രീകോവിലിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കൈ രണ്ടും കൂപ്പി പെരുവിരല് ഹൃദയത്തിൽ തൊട്ട് ആ ശ്രീകോവിലിനകത്തുള്ള ബിംബത്തിലേക്ക് നോക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് ഇനി പറയുന്നത് പ്രകാരമായിരിക്കട്ടെ. അത് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് കണ്ണടച്ച് മനസ്സിനോട് പറയുക, കണ്ണടച്ച് മനസ്സിനോട് പറയുക, ജീവിതത്തിൽ സുഖമുണ്ട്, ദുഃഖമുണ്ട്, ജീവിതത്തിൽ ഉയർച്ചയുണ്ട്, താഴ്ചയുണ്ട്, ജീവിതത്തിൽ ലാഭമുണ്ട്, നഷ്ടമുണ്ട്, ജീവിതത്തിൽ ചിരിയുണ്ട്, കരച്ചിലുണ്ട്, ജീവിതത്തിൽ വരവുണ്ട്, പോക്കുണ്ട്, ജീവിതത്തിൽ മരണമുണ്ട്, ജനനമുണ്ട്. ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ജഗദീശ്വര മനസ്സ് തളരാതെ തകരാതെ നിലനിർത്താനുള്ള ശക്തി തരയണമേ. ഇതായിരിക്കട്ടെ ഭാഗവത സത്രവേദിയിലിരിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥന. ഉജ്ജ്വലമായൊരു പ്രാർത്ഥന. മനസ്സ് തളരാതെ തകരാതെ നിലനിർത്താനുള്ള ശക്തി തരയണമേ. ജീവിതത്തിൽ സുഖവും ദുഃഖവും ഉയർച്ചയും താഴ്ചയും ലാഭവും നഷ്ടവും എല്ലാം ഉണ്ട്. അവനവൻ ചെയ്യേണ്ട കർത്തവ്യം അവനവൻ ചെയ്യുക. അത് ഈശ്വരന്മാര് പോലും മറ്റൊരുവനെ ഏൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ ഭയമുള്ള മനസ്സിൽ നിന്ന് ഭയമില്ലാത്ത മനസ്സിലേക്ക്, അഹങ്കാരമുള്ള മനസ്സിൽ നിന്ന് അഹങ്കാരമില്ലാത്ത മനസ്സിലേക്ക്, വാശിയും പകയും വിദ്വേഷവുമുള്ള മനസ്സിൽ നിന്ന് അതെല്ലാം കുറഞ്ഞ മനസ്സിലേക്ക്, ഇന്നലത്തേതിൽ നിന്ന് ഇന്നത്തേക്കും ഇന്നത്തേതിൽ നിന്ന് നാളത്തേക്കും വളരാൻ ഉയരാൻ സാധിക്കണം. ഇന്നലെ ചെയ്തതും ഇന്നലെ ചെയ്യാത്തതും ഓർത്ത് ഇന്ന് ദുഃഖിക്കേണ്ടി വരരുത്. ഇന്ന് ചെയ്തതും ഇന്ന് ചെയ്യാത്തതും ഓർത്ത് നാളെ ദുഃഖിക്കേണ്ടി വരരുത്. ഇന്നലെ പറഞ്ഞതും ഇന്നലെ പറയാത്തതും ഓർത്ത് ഇന്നും ഇന്ന് പറഞ്ഞതും ഇന്ന് പറയാത്തതും ഓർത്ത് നാളെയും ദുഃഖിക്കേണ്ടി വരരുത്. അതിന് മനസ്സ് നന്മ നിറഞ്ഞതാക്കണം. കഴിയുന്നിടത്തോളം നന്മ നിറഞ്ഞതാക്കണം. ഉജ്ജ്വലമായൊരു മനസ്സ്, സന്മനസ്സ്. ആ ഉജ്ജ്വലമായ മനസ്സിൽ നിന്നായിരിക്കും ഉജ്ജ്വലമായ ചിന്തകൾ വരുന്നത്. ആ ചിന്തകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കർമ്മങ്ങൾ രൂപം കൊള്ളുന്നത്.
ആ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അനുഭവിക്കേണ്ട കർമ്മഫലങ്ങൾ ഉണ്ടാവുന്നത്. നല്ല മനസ്സിൽ നിന്ന് നല്ല ചിന്തകള്, നല്ല ചിന്തകളിൽ നിന്ന് നല്ല കർമ്മങ്ങള്, നല്ല കർമ്മങ്ങളിൽ നിന്ന് നല്ല കർമ്മഫലങ്ങള്, നല്ല കർമ്മഫലങ്ങളിൽ നിന്ന് നല്ല കർമ്മത്തിന്റെ പ്രതിഫലങ്ങള്, ദുഷ്ട മനസ്സിൽ നിന്ന് ദുഷ്ടചിന്തകൾ, ദുഷ്ടചിന്തകളിൽ നിന്ന് ദുഷ്കർമ്മങ്ങൾ, ദുഷ്കർമ്മങ്ങളിൽ നിന്ന് ദുഷ്കർമ്മഫലങ്ങൾ. അതുകൊണ്ട് മഹാകവി ഉള്ളൂര് പറഞ്ഞു, അതിഗംഭീരമായിട്ട് നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ ദുഷ്കർമ്മഫലം അനുഭവിച്ചേ പറ്റൂ. ഓർമ്മിക്കുക, മനസ്സിനെ ഉയർത്തുക. ആ മനസ്സിനെ ഉയർത്താൻ വേദങ്ങൾ സന്ദേശങ്ങൾ നൽകുന്നു, ഇതിഹാസങ്ങൾ ജീവിതാനുഭവങ്ങൾ നൽകുന്നു. രാമൻ ജീവിച്ചതെങ്ങനെ അതേപോലെ ഞാൻ ജീവിച്ചാൽ, ധർമ്മപുത്രര് ജീവിച്ചതെങ്ങനെ അതേപോലെ ഞാൻ ജീവിച്ചാൽ, ധർമ്മപുത്രര് കള്ളച്ചൂതാണെന്നറിഞ്ഞിട്ടും കള്ളച്ചൂത് കളിച്ചു എന്ന് മാത്രല്ല, അവനവനെ പണയപ്പെടുത്തി എന്ന് മാത്രല്ല, അനുജന്മാരെ പണയപ്പെടുത്തി. അനുജന്മാരൊന്നും പ്രതികരിച്ചില്ല. അവസാനം ഭാര്യയെ പണയപ്പെടുത്തി. സ്വയം പണയപ്പെട്ട ആള് പണയപ്പെടാത്ത മറ്റുള്ളവരെ പണയപ്പെടുത്തി. ധർമ്മപുത്രരിൽ നിന്ന് പഠിക്കേണ്ടത്, ആള് മഹാനായിരിക്കാം, ഉജ്ജ്വലനായിരിക്കാം, ചെയ്തത് തെറ്റ്. വേദവ്യാസൻ പറഞ്ഞിട്ടില്ല ധർമ്മപുത്രര് ചെയ്തതെല്ലാം ശരിയാണെന്ന്. വേദവ്യാസൻ പറഞ്ഞിട്ടില്ല ദുര്യോധനൻ ചെയ്തതെല്ലാം തെറ്റാണെന്ന്. അതുകൊണ്ട് മുൻവിധിയില്ലാതെ ധർമ്മപുത്രരെ പോലെ ജീവിച്ചാൽ എത്ര വർഷം കാട്ടിലേക്ക് പോവേണ്ടി വരുന്നറിയാം. ദുര്യോധനനെ പോലെ ജീവിച്ചാൽ എങ്ങനെയാ സഹോദരന്മാർ മൊത്തം യുദ്ധക്ഷേത്രത്തില് ചത്തുവീഴുന്നതെന്നറിയാം. ഗാന്ധാരിയെ പോലെ പാതിവൃത്യത്തിന്റെ പേരില് കണ്ണും കെട്ടി നടന്നാൽ 100 മക്കൾക്ക് സംഭവിച്ചത്. ലവ് ജിഹാദ്, റോമിയോ ജിഹാദ്, അത് നമ്മുടെ വീട്ടിലുണ്ടാവും. ഗാന്ധാരി കണ്ണുകെട്ടി നടന്നപ്പോൾ കൃഷ്ണൻ പറഞ്ഞു ഗാന്ധാരിയോട്, അമ്മേ, അമ്മയുടെ മക്കളുടെ മരണത്തിന് കാരണം ഞാനല്ല, അമ്മ തന്നെ കാരണം. മക്കൾ വളർന്നു വരുമ്പോൾ അവരിലുണ്ടാകുന്ന ദുർഗുണങ്ങൾ ഇല്ലാതെയാക്കാൻ അമ്മ കണ്ണു തുറന്ന് ജീവിക്കേണ്ടതിന് പകരം പാതിവൃത്യത്തിന്റെ പേരില്, ഭർത്താവിന് കാഴ്ചയില്ലാത്തതിന്റെ പേരില് അമ്മയ്ക്കും കാഴ്ച വേണ്ടെന്ന് പറഞ്ഞു നടന്നു. ഏത് ധർമ്മശാസ്ത്രത്തിലാ പറഞ്ഞിരിക്കുന്നത് ഭർത്താവിന് കാഴ്ചയില്ലെങ്കിൽ ഭാര്യയും കണ്ണുകെട്ടി നടക്കണമെന്ന്? അതുകൊണ്ട് അമ്മേ ഗാന്ധാരി, അമ്മയുടെ ശാപം ഞാൻ അനുഗ്രഹമായി സ്വീകരിക്കുന്നു. പക്ഷേ അമ്മയുടെ മക്കളുടെ മരണത്തിന് കാരണം ഞാനല്ല, അത് അമ്മ തന്നെ. ഈ സത്രവേദിയിൽ ഇരിക്കുന്നവരോടും ഗോപാലകൃഷ്ണൻ പറയാനുള്ളത് ഇത് മാത്രം. നമ്മുടെ മക്കളുടെ വളർച്ചയില്, ഉയർച്ചയില് കണ്ണു തുറന്നാണോ നിങ്ങൾ ജീവിക്കുന്നത്? ഇതിഹാസത്തിന്റെ നന്മകളിലേക്ക് ഇനിയും ഞാൻ തിരിച്ചു വരാം. പുരാണത്തിന്റെ നന്മകളുണ്ട്. നമ്മൾ പലപ്പോഴും, എനിക്ക് ദുഃഖം തോന്നാറുണ്ട്, പുരാണം കേൾക്കുന്നത് പുരാണം എഴുതിയ ഋഷീശ്വരന്മാർ ഉദ്ദേശിച്ച പോലെയാണോ എന്നെനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ഈശ്വര, ഓരോ ഭാഗവത സത്രം കഴിയുമ്പോഴും ആ ഭാഗവത സത്രത്തില് എനിക്ക് മുമ്പ് പ്രഭാഷണം നടത്തിയവര്, എനിക്ക് ശേഷം പ്രഭാഷണം നടത്തിയവര്, അവര് പറയുന്നതിന് വിരുദ്ധമാവില്ലേ ചിലപ്പോൾ എൻ്റെ വരികള്? എനിക്ക് മുമ്പ് പ്രഭാഷണം നടത്തിയവര്, എനിക്ക് ശേഷം പ്രഭാഷണം നടത്തിയവര്, അവര് പറയുന്നതിനേക്കാൾ വിരുദ്ധമാവില്ലേ ഞാൻ പറയുന്നത് എന്ന്. പക്ഷേ ഞാൻ ഒന്ന് പറയാം, ഭാരതത്തിൽ 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും ഹരിയാന സംസ്ഥാനത്തിലെ
നീമസാർ ജില്ലയില് അതിൻ്റെ പഴയ പേര് നൈമിഷാരണ്യം. ഹരിയാന സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ നീമസാർ ജില്ലയുടെ പഴയ പേര് നൈമിഷാരണ്യം. ആ നൈമിഷാരണ്യത്തില് സൂത മഹർഷിയും ശൗനകാദി മഹർഷിമാരും വൈസ് ചാൻസലറും പ്രോ വൈസ് ചാൻസലറുമായ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു, നൈമിഷാരണ്യം. ആ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് ക്ഷണിതാക്കളായിട്ട് വരുന്ന ഋഷീശ്വരന്മാരോട് അവിടെയുള്ള വിദ്യാർത്ഥികളും സൂതമഹർഷിയും ശൗനകാദി മഹർഷിമാരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയായി ഈ മഹർഷിമാര് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് 18 പുരാണങ്ങളിലും 18 ഉപപുരാണങ്ങളിലും പ്ലസ് മഹാഭാരതത്തിലും, രാമായണത്തിലല്ല, രാമായണം വേറെയാ എഴുതിയിരിക്കുന്നത്. ഈ പുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്തിന്? കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം. ഭാഗവത സത്രം തീരുമ്പോൾ ആരെങ്കിലും ഒരാള് പറയാതിരിക്കില്ല. ഭാഗവതത്തിനകത്ത് 12 സ്കന്ധങ്ങളുടെ അവസാനത്തിലേക്ക് പോകുമ്പോൾ ഭാഗവതം മുഴുവനും കേട്ട പരീക്ഷിത്ത് മഹാരാജാവ് കരയാൻ തുടങ്ങിയപ്പോൾ ശ്രീശുക ബ്രഹ്മർഷി ചോദിച്ചു, പരീക്ഷിത്ത് മഹാരാജാവേ, പാണ്ഡവകുലജാതനായ അങ്ങ്, അഭിമന്യുവിന്റെ പുത്രനായ അങ്ങ്, വില്ലാളി വീരനായ അങ്ങ്, കലിയെ പോലും തടഞ്ഞു നിർത്താൻ കപ്പാസിറ്റിയുള്ള അങ്ങ് എന്തിനു കരയുന്നു? മരണത്തെ അഭിമുഖീകരിക്കാൻ ഭയമുള്ളത് കൊണ്ടാണോ? പരീക്ഷിത്ത് പറഞ്ഞു, അല്ല, മരണത്തെ അഭിമുഖീകരിക്കാൻ എൻ്റെ മനസ്സ് സന്നദ്ധമാണ്. പക്ഷേ ഒരു ദുഃഖമുണ്ട്. എന്താ ദുഃഖം? അല്പം മുമ്പ് മാർക്ക് ട്വൈൻ പറഞ്ഞതുപോലൊരു ദുഃഖം. എൻ്റെ ജീവിതം അവസാനിക്കാറായി. ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഇനിയുള്ളൂ. ശ്രീശുക ബ്രഹ്മർഷി അങ്ങ് ഭാഗവതത്തിലൂടെ വിവരിച്ച അനവധി ഋഷിവര്യന്മാരുടെ, അനവധി രാജാക്കന്മാരുടെ, അനവധി പണ്ഡിതന്മാരുടെ കഥകളും ചരിത്രങ്ങളും ഞാൻ കേട്ടു. 7 ദിവസം കൊണ്ട് അനവധി കേട്ടു. കൃഷ്ണന്റെയും കേട്ടു, വിതുരന്റെയും കേട്ടു, എല്ലാവരുടെയും ഞാൻ കേട്ടു. ഇപ്പൊ എനിക്ക് ദുഃഖം തോന്നുന്നു. ശ്രീശുക ബ്രഹ്മർഷി, എൻ്റെ ജീവിതം അവസാനിക്കാറായല്ലോ. എനിക്ക് ഇനി അവരെ പോലെ ആവണം എന്ന് വിചാരിച്ചാൽ ഈ ജന്മത്തില് അതിനുള്ള സമയമില്ലല്ലോ. ഈ ജന്മത്തില് ഇനി അവരെ പോലെയാകാൻ എനിക്ക് സമയമില്ലല്ലോ. ശ്രീശുക ബ്രഹ്മർഷി എന്ന് ഓർത്തിട്ട് കരഞ്ഞുപോയതാ. ജീവിതത്തില്, ലോകത്തില് ആർക്കും ഡേറ്റ് ഓഫ് ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. എല്ലാവർക്കും ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് അവനവന്റെ കയ്യിൽ കൊടുക്കാറുണ്ട്. ഡേറ്റ് ഓഫ് ഡെത്ത് സർട്ടിഫിക്കറ്റ് അവനവന്റെ കയ്യിൽ കൊടുത്ത ഒരേ ഒരാള് പരീക്ഷിത്ത് മഹാരാജാവാണ്. അവനവന്റെ ഡേറ്റ് ഓഫ് ഡെത്ത് അറിയാം. ആ ഡേറ്റ് ഓഫ് ഡെത്ത് കയ്യിൽ കിട്ടിയപ്പോൾ തളർന്നു, തകർന്നു. പരീക്ഷിത്ത് മഹാരാജാവ് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ഗംഗാതീരത്തു കൂടെ നടന്നു. ഭാഗവതത്തിന്റെ തുടക്കം അതാണ്. ആ ഡേറ്റ് ഓഫ് ഡെത്ത് സർട്ടിഫിക്കറ്റ്, ദ ഡേ നമ്പർ 1 ഓഫ് അവർ ബർത്ത് ആൻഡ് ദ ലാസ്റ്റ് ഡേ ഓഫ് അവർ ബ്രെത്ത്, അവസാനത്തെ ശ്വാസത്തിന്റെ ദിവസം ഇന്ന് തുറവൂര് എന്റെ മുമ്പിൽ ഇരിക്കുന്നവരുടെ കയ്യിൽ എഴുതി കൊടുത്താൽ ഡേറ്റ് ഓഫ് ഡെത്ത് സർട്ടിഫിക്കറ്റ്, ഇനി നിങ്ങൾക്കൊരു മാസവും കൂടിയേ ഉള്ളൂ എന്നൊരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ എഴുതി തന്നാൽ, അല്ലെങ്കിൽ കേരളീയന്റെ കയ്യിൽ എഴുതി തന്നാൽ, നെയ്യാറ്റിൻകര നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാൻ LDF ഉണ്ടാവില്ല, UDF ഉണ്ടാവില്ല. ഡേറ്റ് ഓഫ് ഡെത്ത് കയ്യിൽ എഴുതി കൊടുത്താൽ. അത് എഴുതി തന്നിട്ടില്ലെന്ന് തന്നെ നമ്മുടെ ഭാഗ്യം. അത് എഴുതി കെട്ടിയാളുടെ കരച്ചിലാ നിങ്ങൾ 7 ദിവസമായിട്ട് കേൾക്കുന്നേ. അത്രയും കരഞ്ഞ ശ്രീശുക
ബ്രഹ്മർഷിയുടെ മറുപടി കേൾക്കാൻ കാത്തിരുന്ന പരീക്ഷിത്തിനോട് ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു, കഥായിമാസ്തേ കഥിതാമഹീയസാം പിതായ ലോകേഷു യശപ്പരേയുഷാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വചോ വിഭൂതിർന്നതു പാരമാർത്ഥ്യം. ബൈഹാർട്ട് പഠിക്കേണ്ട ഭാഗവതത്തിലെ വരി, ബൈഹാർട്ട് പഠിക്കേണ്ട ഭാഗവതത്തിലെ വരി ഒന്നുകൂടി തിരുത്തി പറയാം. ഭാഗവതത്തിലെ ബൈഹാർട്ട് പഠിക്കേണ്ട വരി. അതിനകത്ത് പറയുന്നു, ഹേ പരീക്ഷിത് മഹാരാജാവേ, ശ്രീശുക ബ്രഹ്മർഷിയായ ഞാൻ അങ്ങക്ക് ജീവിച്ചിരുന്നവരുടെ അല്ലെങ്കിൽ ജീവിച്ചിരിക്കാത്തവരുടെ ചരിത്രവും കഥകളുമെല്ലാം പറഞ്ഞു തന്നു. കഥായിമാസ്തേ മഹീയസാം കഥാ തേ, നിനക്കായിക്കൊണ്ട് ഞാൻ പറഞ്ഞു. പിതായ ലോകേഷു യശപ്പരേയുഷാം, ഈ ലോകത്തിൽ ജീവിച്ചവരും ജീവിച്ചിരിക്കാത്തവരും യശസ് നേടിയവരും പരലോകം പ്രാപിച്ചവരും എല്ലാവരുടെയും എണ്ണി എണ്ണി ഞാൻ പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞത് എന്തിനാണ്? ഒറ്റ കാര്യത്തിന്, ഒരൊറ്റ കാര്യത്തിന്. വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വചോ വിഭൂതിർന്നതു പാരമാർത്ഥ്യം. സയന്റിഫിക് ടെമ്പർ ഉണ്ടാവണം. വിജ്ഞാനം വിശേഷേണ യജ്ഞാനം വർത്തതേ തത് വിജ്ഞാനം. വിശേഷ രൂപത്തിലുള്ള അറിവുണ്ടാവണം, സയന്റിഫിക് ടെമ്പർ ഉണ്ടാവണം, വൈരാഗ്യം ഉണ്ടാവണം. ഡിറ്റാച്ച്മെന്റ് അല്ല ബന്ധനം ഉണ്ടാവാത്ത അവസ്ഥ. പലപ്പോഴും വൈരാഗ്യം എന്ന വാക്കിന് നമ്മൾ ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നു. ഡിറ്റാച്ച്മെന്റ് അല്ല, ബോണ്ടേജ്, അതില്ലാത്ത അവസ്ഥ ഉണ്ടാവണം. ബന്ധങ്ങൾ വേണം, ബന്ധനങ്ങൾ പാടില്ല. ഇതൊന്ന് തിരുത്തി ഇന്ന് മനസ്സിലാക്കണം. ബന്ധങ്ങൾ വേണം, ബന്ധനങ്ങൾ വേണ്ട. പലപ്പോഴും പലരും ഭാഗവതം വായിക്കുമ്പോഴും രാവിലെ ടി വിയിലൂടെ പറയുമ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, ഗെറ്റ് യുവർ സെൽഫ് അൺഅറ്റാച്ച്ഡ്. അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ആവശ്യമാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അറ്റാച്ച്മെന്റ് വേണ്ടേ? മാതാപിതാക്കളും മക്കളും തമ്മിൽ അറ്റാച്ച്മെന്റ് വേണ്ടേ? ഈ ഭാഗവത സത്രം നടത്തുന്ന അതിമഹത്തായ സമിതിയിലെ കമ്മിറ്റി അംഗങ്ങൾ തമ്മിൽ അറ്റാച്ച്മെന്റ് വേണ്ടേ? അതൊന്നും ഇല്ലാണ്ട് എങ്ങനെയാ കാര്യം നടക്കുക ലോകത്തില്? അപ്പൊ അറ്റാച്ച്മെന്റ് വേണ്ട എന്ന പദപ്രയോഗം തെറ്റ്. വേണ്ടാത്തത് ബോണ്ടേജ്, ബന്ധനം ഒഴിവാക്കണം. ബന്ധം വേണം, ബന്ധനം ഒഴിവാക്കണം. വിജ്ഞാന വൈരാഗ്യം വിവക്ഷയാ വിഭൂ. ഇതാണ് നമ്മളുടെ ഭാഗവതം നമ്മളോട് പറയുന്നത്. അത് നമ്മുടെ മനസ്സിനെ എലിവേറ്റ് ചെയ്യാൻ, മനസ്സിനെ എലിവേറ്റ് ചെയ്യാൻ ഉജ്ജ്വലങ്ങളായ വേദത്തിന്റെ സന്ദേശങ്ങള്, ഉജ്ജ്വലങ്ങളായ ഇതിഹാസങ്ങളുടെ അനുഭവങ്ങള്, ഉജ്ജ്വലങ്ങളായ പുരാണ കഥകള്, നേരിട്ട് സന്ദേശങ്ങൾ വേദങ്ങളിൽ നിന്ന് കിട്ടും. അനുഭവങ്ങളിലൂടെ സന്ദേശങ്ങള് ഇതിഹാസങ്ങളിൽ നിന്ന് കിട്ടും. കഥകളിലൂടെ സന്ദേശങ്ങള് പുരാണങ്ങളിൽ നിന്ന് കിട്ടും. അങ്ങനെ മനസ്സിനെ സമുജ്വലമാക്കുക. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാ നിബോധത. അതേപോലെ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, ശരീരത്തിനെ ഉജ്ജ്വലമാക്കുക. മഹാഭാരതത്തിലെയും പുരാണത്തിലെയും വേദത്തിലെയും എല്ലാവരും പറയുന്നു, ഈ ശരീരം, ഇതം ശരീരം കൗന്തേയ ക്ഷേത്രമിത്യഭിധീയതേ. ഈ ശരീരമാണ് അർജുന ക്ഷേത്രം എന്ന് പറയുന്നത്. ഈ ശരീരത്തിനകത്ത് ജീവാത്മാവ് കുടികൊള്ളുന്നു, അതുകൊണ്ട് ഇത് ക്ഷേത്രം. അപ്പുറത്ത് തുറവൂര്, ആ ക്ഷേത്രത്തിൽ പരമാത്മാവ് കുടികൊള്ളുന്നു, അതുകൊണ്ട് അതും ക്ഷേത്രം. അപ്പൊ മനസ്സും ജീവാത്മാവും കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തെ വിഷാംശം കൊണ്ട് വളർത്തല്ലേ. ഈ ക്ഷേത്രത്തെ ധന്യമാക്കുക. ഈ ക്ഷേത്രമാണ് ശരീരമാദ്യം ഖലു ധർമ്മസാധനം. ഈ ശരീരമാണ് ധർമ്മത്തിന് ആധാരം. അതുകൊണ്ട് ഞാൻ
കയ്യുകൂപ്പാതെയാണ് ഇത്രയും നേരം അഭ്യർത്ഥിച്ചത്. ഇപ്പൊ കൈകൂപ്പി അഭ്യർത്ഥിക്കുന്നു, ബീവറേജസ് കോർപ്പറേഷന്റെ മുമ്പില് ക്യൂ നിൽക്കല്ലേ. മദ്യം, മാംസം, ആവശ്യമില്ലാത്ത മരുന്ന്, ഇത് കേരളീയനെ കൊല്ലുന്നു. 48% റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഹാർട്ട് അറ്റാക്ക് കേരളത്തില്, 29.5% റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ക്യാൻസർ കേരളത്തില്, 12.8% റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് സ്കിൻ ക്യാൻസർ, 89% റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ചെസ്റ്റ് പെയിൻ. പരശുരാമൻ മഴുവെറിഞ്ഞുണ്ടാക്കിയ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തില് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞ ഈ ശരീരത്തെ ക്ഷേത്രമായിട്ട് കണക്കാക്കാൻ നമുക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? അതുകൊണ്ട് പുരാണങ്ങൾ പറയുന്നു, ഇതിഹാസങ്ങൾ പറയുന്നു, വേദങ്ങൾ പറയുന്നു, ഈ ശരീരത്തെ ഉയർത്തുക, തിന്മയിൽ നിന്ന് നന്മയിലേക്ക്. മദ്യത്തിന്റെ ലഹരി കേരളത്തെ കീഴടക്കുന്നു. ഭാഗവത സത്രവേദി നന്മ നിറഞ്ഞ സന്ദേശം നൽകാനുള്ളതാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഡോക്ടറേറ്റ് ബയോകെമിസ്ട്രിയിലാണ്. ഹൈദരാബാദിലും പിന്നെ കാനഡയിലും കുറേ കാലം അമേരിക്കയിലും ബയോകെമിസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ ഭാഗ്യം കിട്ടി. അതുകൊണ്ട് എൻ്റെ PhDയും അതിൽ തന്നെയാണ്. അതുകൊണ്ടത് പറയാൻ അവകാശമുള്ളത് കൊണ്ട് മാത്രം ഞാൻ പറയുന്നു, ഒരു ആൽക്കഹോൾ മോളിക്യൂള് 3 ലിവർ സെല്ലിനെ കൊല്ലുന്നു. ഒരു പെഗ്ഗില് എത്രയാ ആൽക്കഹോൾ മോളിക്യൂൾ ഉള്ളത്? നമ്മുടെ ജീവിതം മദ്യപിക്കുന്നതിലൂടെ നമ്മളുടെ ശരീരം, നമ്മുടെ ഭാര്യയ്ക്കൊരു ഭാരം, നമ്മുടെ മക്കൾക്കൊരു ഭാരം, നമ്മുടെ ബന്ധുക്കൾക്കൊരു ഭാരം, ജീവിതാന്ത്യത്തില് നമുക്ക് നമ്മുടെ ശരീരം ഭാരമാകുന്ന അവസ്ഥ. അജാമിളനെ പോലെ, ഭാഗവതത്തിലെ അജാമിളനെ പോലെ അന്ത്യത്തിൽ വിളിക്കേണ്ടി വന്നു നാരായണ എന്ന് ഓർമ്മിക്കാം. അപ്പനാരായണ എന്ന് വിളിച്ചാൽ ആരും വരില്ല. നമ്മുടെ മക്കൾ അടുത്ത് വന്ന് പറയും, അച്ഛാ, അച്ഛനോട് പറഞ്ഞതാ മദ്യപിക്കരുതെന്ന്. അച്ഛനിപ്പൊ ലിവറില്ല, എനിക്ക് ലീവും ഇല്ല. അച്ഛന് ലിവറില്ല, എനിക്ക് ലീവില്ല. അതുകൊണ്ട് അച്ഛൻ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ നോക്ക്. എവിടേക്ക് പോകാൻ? എവിടേക്കാ പോവാ? അതുകൊണ്ട് സുദീർഘമായൊരു വിവരണം ഞാൻ ഈ മദ്യത്തെക്കുറിച്ച് നൽകുന്നില്ല. പക്ഷെ ഈ ശരീരം നിങ്ങൾ ആ അമ്പലത്തിൽ പോയി പൂജാരിയോട് ചോദിച്ചാൽ അറിയാം എങ്ങനെയാ നട തുറന്ന് പൂജ ആരംഭിക്കുന്നതെന്ന്. ആ പൂജാരി പറയും, ആദ്യം ചന്ദനം കയ്യിലെടുത്ത് അത് നെറ്റിയിലും കഴുത്തിലും കയ്യിലും പുറത്തും തേച്ച് കൈ കഴുകി തുളസിയിട്ട് ആദ്യത്തെ പൂവ് അവനവന്റെ തലയിലേക്ക്, രണ്ടാമത്തെ പൂവും അവനവന്റെ തലയിലേക്ക്, മൂന്നാമത്തെ പൂവും അവനവന്റെ തലയിലേക്ക്. പിന്നെ മന്ത്രം ചൊല്ലുന്നത് രമംബാത്മന ജലം കൽപ്പയാമി, യം വായുവാശാത്മന ധൂപം കൽപ്പയാമി, ഹം അഗ്നിയാത്മന ഹം ആകാശാത്മന പുഷ്പം കൽപ്പയാമി, രം അഗ്നിയാത്മന ദീപം കൽപ്പയാമി, ടം അമൃതേ അമൃതാനനെ അമൃതോത്ഭവേ അമൃതേശ്വരി അമൃതവർഷണേ അമൃതം ശ്രാവയ ശ്രാവയ സ്വാഹ. അവനവനെ പൂജിച്ചിട്ട പൂജാരി വിഗ്രഹത്തെ പൂജിക്കുന്നത്. ഇത് ഞാൻ ഇവിടെ പറഞ്ഞത്, ഈ ശരീരം പവിത്രമാണ്. ഈ ശരീരം നാരായണ ഗുരു പറഞ്ഞതുപോലെ പഞ്ചശുദ്ധിയിൽ നിലനിർത്തണം. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയില് 16, 17, 18 അധ്യായങ്ങളിൽ പറഞ്ഞതുപോലെ സാത്വിക മനസ്സ്, സാത്വിക ശരീരം, സാത്വിക ആഹാരം, സാത്വികമായ ചിന്തകള്, സാത്വികമായ ദാനം, സാത്വികമായ കർമ്മം, സാത്വികമായ എല്ലാം ജീവിതത്തിൽ ഈ ശരീരത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. മദ്യം ഒഴിവാക്കുക. അതേപോലെ പ്രാർത്ഥിക്കുന്നു, സാധിക്കുമെങ്കിൽ ഈ ഹാളിൽ നിന്ന്
നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നെഞ്ചത്ത് കൈവച്ച് ഒരു പ്രതിജ്ഞ, മറ്റൊരു മൃഗത്തിന്റെ ചോരയും മാംസവും കൊണ്ട് ഈ ശരീരം വളർത്തില്ല. മറ്റൊരു മൃഗത്തിന്റെ വാർന്നൊലിക്കുന്ന ചോരയും പച്ചയിറച്ചിയും കൊണ്ട് ഈ ശരീരത്തെ വളർത്തരുത്. ഇടിച്ചു പൊളിച്ച് തകർത്ത് കളഞ്ഞ ഒരു വീടിലെ കല്ലും സിമന്റും മരവും കമ്പിയും ഉപയോഗിച്ച് പുതിയൊരു വീട് പണിതാൽ പുതിയ വീടിന് ബലം ഉണ്ടാവില്ല, ബലക്ഷയമുണ്ടാവും. അതുകൊണ്ട് ഓരോ മൃഗത്തിനെയും കൊല്ലുമ്പോൾ ഓർമ്മിക്കാനുള്ളത്, അതിൻ്റെ കഴുത്തിലൂടെ കത്തിയിറങ്ങുമ്പോൾ കൈകാലിട്ടടിച്ച് അത് വേദനിച്ച് കരയുമ്പോൾ 13 ലിറ്റർ ചോര തെറിക്കുമ്പോൾ, അതിൻ്റെ നാക്ക് പുറത്തേക്ക് തള്ളുമ്പോൾ, കണ്ണ് പുറത്തേക്ക് തള്ളുമ്പോൾ അതനുഭവിക്കുന്ന വേദനയുടെ 10,000-ൽ-1 ഭാഗവത സത്രവേദിയിൽ ഇരിക്കുന്ന എൻ്റെ കുടുംബാംഗങ്ങൾക്കറിയണമെങ്കിൽ ഒരു മുട്ടുസൂചിയെടുത്ത് നിങ്ങളുടെ കയ്യിലൊന്ന് കുത്തുക, ഒന്ന് കുത്തി ഇറക്കുക, അപ്പറിയും ആ മൃഗം അനുഭവിക്കുന്ന വേദന. ശ്രീകൃഷ്ണനെ ആരാധിക്കുന്നവരോട് പറയുന്നു, ഒരു മൃഗത്തിൻ്റെയും ശാപം എൻ്റെ കുടുംബാംഗങ്ങളായ നിങ്ങളുടെ തലയിൽ വരരുത്. ഈ ശരീരത്തെ വളർത്തുക. അതേപോലെ ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മളെ ഹിന്ദുക്കള് മിനിഞ്ഞാന്നത്തെ മാതൃഭൂമിയിൽ വന്നു, ഹയസ്റ്റ് റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഡൈവോഴ്സ് കേരളത്തില്, വിവാഹമോചനം കേരളത്തില്. അതിൽ ഒന്നാമതായിട്ട് നിൽക്കുന്നു തിരുവനന്തപുരം, 2 എറണാകുളം. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? നമ്മുടെ ഭാരതത്തിൽ പറയുന്നു, ആയേച്ച വ്യയേച്ച ഏകഭാവേന സന്ധാരയേത്. മഹാവിഷ്ണു ഉണ്ടെങ്കിൽ ലക്ഷ്മി ഉണ്ട്. ഭാരതത്തിൽ മാത്ര പുരുഷന്മാര് സ്ത്രീകളുടെ പേരിൽ അറിയപ്പെട്ടിരുന്നത്. ബാക്കി എല്ലാ സ്ഥലത്തും സ്ത്രീകൾ പുരുഷന്മാരുടെ പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഭാരതത്തിൽ പുരുഷന്മാര് സ്ത്രീകളുടെ പേരിൽ അറിയപ്പെട്ടിരുന്നു. നിങ്ങൾക്കറിയാം, ലക്ഷ്മി നാരായണൻ ആണോ പെണ്ണോ? ലക്ഷ്മി നാരായണൻ ഹിന്ദുക്കളായ സ്ഥിതിക്ക് ഓർമ്മിക്കാൻ സാധ്യതയില്ല. സീതാരാമൻ ആണോ പെണ്ണോ? ആണാണ്. സീതാരാമൻ അല്ലേ? പാർവതി വല്ലഭൻ ഇത്ര ഭംഗിയായിട്ട് അറിയപ്പെട്ടിരുന്നത്. കുടുംബ ബന്ധം ദൃഢമാക്കണം. ഭാര്യയും ഭർത്താവും പ്രകൃതി നൽകിയ അനുഗ്രഹത്തിന്റെ പുറത്ത് ഒരുമിച്ച് നിൽക്കുന്നു. ആര് വലുത്, ആര് ചെറുത്? ഈ ത്രിമൂർത്തികളുടെ കൂട്ടത്തിലുള്ള ത്രിശക്തികൾ പറയുന്നു, ധന്യമായ ജീവിതം. ശ്രീകൃഷ്ണൻ തന്നെ കാണിച്ചു തരാറുണ്ട്, ധർമ്മപത്നിമാര് തമ്മിൽ വഴക്കില്ല. ഇത്ര ഭംഗിയായിട്ട് കൗസല്യയും സുമിത്രയും കൈകേയിയും ഒരുമിച്ചിരുന്നു. തന്റെ പുത്രനെ രാജാവാക്കണം, മറ്റവളുടെ പുത്രനെ കാട്ടിലേക്ക് അയക്കണമെന്ന് പറഞ്ഞിട്ടും കൈകേയിയും കൗസല്യയും തമ്മിൽ വഴക്കിട്ടില്ല. ബാലി തെറ്റ് ചെയ്തപ്പോൾ ഉത്തര, ബാലിയുടെ ഭാര്യ, മകൻ അംഗദനെ വിളിച്ചു പറഞ്ഞു, അച്ഛൻ വില്ലാളി വീരനാണ്, വീരശൂര പരാക്രമിയാണ്. താര, ബാലിയുടെ ഭാര്യ താര പറഞ്ഞു, അച്ഛൻ വീരശൂര പരാക്രമിയാണ്, രാവണനെ പോലും വാലിൽ കെട്ടിയവൻ, അച്ഛൻ്റെ അത്രയും ധീരത നിനക്കുണ്ടാവണം. പക്ഷെ അച്ഛൻ്റെ ധർമ്മബോധം നിനക്ക് വേണ്ട. ജ്യേഷ്ഠാനുജന്മാര് തമ്മിൽ വഴക്കിട്ട് നിന്റെ അച്ഛൻ മരണപ്പെട്ടു, അങ്ങനെ ഒന്നും എൻ്റെ മകനായ നിനക്ക് ഉണ്ടാവരുത്. ഇത്ര വ്യക്തമായിട്ട് പറഞ്ഞു ഭാര്യ. രാവണനോട് മണ്ഡോദരി പറഞ്ഞു, അങ്ങ് രാജാവാണ്, രാക്ഷസ കുലത്തിന് അഭിമാനമാണ്, ലങ്കയ്ക്ക് ഏറ്റവും ഉജ്ജ്വലനാണ്, അങ്ങ് ചെയ്യുന്നത് തെറ്റാണ്, ചെയ്യരുത് ചെയ്യരുത്. ഭാര്യയുടെ ധർമ്മം. ഗാന്ധാരി പറഞ്ഞു ധൃതരാഷ്ട്രരോട്, അരുത്, അങ്ങ് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു. പാണ്ഡവര് ചോദിച്ചത് 5 ഗ്രാമം, അത് കൊടുക്കാൻ ദുര്യോധനനോട് പറയണം. ധൃതരാഷ്ട്രര് കേട്ടില്ല. അമ്മയായ കുന്തി 5 മക്കളില് കാട്ടിൽ പോയി താമസിക്കേണ്ടി വന്നിട്ടും മക്കളിൽ വാശിയും പകയും വിദ്വേഷവും വളർത്തിയില്ല. കുന്തി മാതാവ് കൃഷ്ണൻ ചോദിച്ചു, അമ്മയ്ക്ക് എന്ത് വരമാണ് വേണ്ടത്? അമ്മ ചിരിച്ചുകൊണ്ട് കുന്തി പറഞ്ഞു, കൃഷ്ണ, ജീവിതത്തിൽ എന്നും പ്രശ്നങ്ങൾ വേണം, ജീവിതത്തിൽ എന്നും പ്രശ്നങ്ങൾ വേണമെന്ന് ആദ്യം പറഞ്ഞത് ടൊയോട്ട കമ്പനി
ടൊയോട്ട കാർ ഉണ്ടാക്കുന്ന കമ്പനിക്കാരാ. അതുകൊണ്ട് തന്നെ അവരുടെ സിസ്റ്റത്തിനൊരു പേരുണ്ട്, TPS, ടൊയോട്ട പ്രൊഡക്ഷൻ സിസ്റ്റം. അതാണ് ഫോർഡ് കമ്പനി കോട്ട് ചെയ്തത് FPS സിസ്റ്റം. ഇത്ര ഭംഗിയായിട്ട് ആ കെയ്സൺ സിസ്റ്റത്തിലൂടെ അവര് ഒരു 12 മിനിറ്റിൽ ഒരു സൂപ്പർ കാറാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവരെന്നും പറയും എവ്രി മിനിറ്റ് വി ഷുഡ് ഹാവ് പ്രോബ്ലംസ് ഇൻ ദ ലൈഫ്. അത് കുന്തി പറഞ്ഞതാ കൃഷ്ണനോട്. കൃഷ്ണൻ ചോദിച്ചു കുന്തിയോട്, അമ്മയ്ക്ക് സന്തോഷവും സംതൃപ്തിയും സമാധാനവും വേണമെന്ന വരമായിരിക്കും അമ്മ ചോദിക്കുന്നതെന്നാണ് ഞാൻ ധരിച്ചത്. പ്രശ്നങ്ങൾ വേണമെന്നൊരു വരം എന്നോട് ആദ്യമായിട്ട് ചോദിക്കുന്നത് അമ്മയാ. എന്തായിരുന്നു കുന്തി പറഞ്ഞ മറുപടി അറിയോ? കൃഷ്ണ, ജീവിതത്തിൽ എന്നും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലേ നിന്നെ ഓർക്കുള്ളൂ. ജീവിതത്തിൽ എന്നും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലേ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുള്ളൂ, അല്ലെങ്കിൽ ഒരേ രീതിയിൽ ചിന്തിക്കും. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ MBAയുടെ ഡീനായിട്ടുള്ള പീറ്റർ എഫ് ഡ്രക്കർ, PF ഡ്രക്കർ, അദ്ദേഹം പറഞ്ഞു ബീയിങ് ഡിഫറന്റ്, വ്യത്യസ്തമാവണം. ഭാഗവത സപ്താഹം വ്യത്യസ്തമാകണം, പഠിപ്പിക്കുന്ന രീതി വ്യത്യസ്തമാകണം, പ്രവചനങ്ങൾ വ്യത്യസ്തമാകണം, കേൾക്കുന്ന രീതിയും കേൾപ്പിക്കുന്ന രീതിയും വ്യത്യാസമാകണം. ബീയിങ് ഡിഫറന്റ്, വ്യത്യസ്തമാകണം. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത് എന്താണെന്നറിയോ? ഡൂയിങ് ദ സെയിം തിങ് ബൈ ദ സെയിം പേഴ്സൺ ഫോർ ദ സെയിം നമ്പർ ഓഫ് ഇയേഴ്സ് ആൻഡ് എക്സ്പെക്ടിങ് ഡിഫറെന്റ് റിസൾട്ട് ഈസ് നത്തിങ് ബട്ട് ഇൻസാനിറ്റി. ഒരേ കാര്യം ഒരേ ആള് ഒരേപോലെ ചെയ്തിട്ട്, ഒരേ കാര്യം ഒരേ ആള് ഒരേപോലെ ചെയ്തിട്ട് വ്യത്യസ്ത റിസൾട്ട് കിട്ടുമെന്ന് ധരിക്കുന്നത് വട്ടാണ്. ഇൻസാനിറ്റി എന്ന വാക്കിന് മലയാളത്തിൽ അങ്ങനെ ഒരു അർത്ഥമേ ഉള്ളൂ, വട്ടാണ്, ഭ്രാന്താണെന്നല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ക്രൈസി എന്ന് പറഞ്ഞേനെ. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഭാഗവതം കേൾക്കുമ്പോൾ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ടത് ചിന്തിക്കുക. സ്വർഗത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് പിന്നെ ചിന്തിക്കാം. ഭക്തി കുറച്ചു നേരം മാറ്റിവെക്കുക. കേരളീയർക്ക് ഇപ്പൊ ഭക്തി കണ്ടമാനം കൂടുതലാ. ഇപ്പൊ സംഭവിക്കുന്നത് ഭക്തി രോഗവും വഴിപാടുകൾ രോഗലക്ഷണങ്ങളുമാണ്. ഭക്തി രോഗവും വഴിപാടുകൾ രോഗലക്ഷണങ്ങളും. അതിന്റെ അർത്ഥം വഴിപാട് വേണ്ടെന്നല്ല. വഴിപാട് വേണം, ക്ഷേത്രത്തിലേക്ക് പോകണം, ആരാധിക്കണം. അതെന്തിന്? പഞ്ചമഹായജ്ഞത്തിന്റെ ഭാഗം. ദേവയജ്ഞം, ഋഷിയജ്ഞം, ഭൂതയജ്ഞം, മനുഷ്യയജ്ഞം, പിതൃയജ്ഞം. അതാണ് ഭാരതത്തിൽ പറഞ്ഞിരിക്കുന്ന വഴിപാടുകൾ. അതാണ് ഭാരതത്തിൽ പറഞ്ഞിരിക്കുന്ന ക്ഷേത്ര ദർശനം. ഭാഗവതം പറഞ്ഞിരിക്കുന്നു മനസ്സിനെ എലിവേറ്റ് ചെയ്യുക, ശരീരത്തെ എലിവേറ്റ് ചെയ്യുക, കുടുംബ ബന്ധത്തെ എലിവേറ്റ് ചെയ്യുക. കുന്തി മക്കളെ വളർത്തിയതെങ്ങനെ അതുപോലെ വളർത്തുക. ഗാന്ധാരി മക്കളെ വളർത്തിയതെങ്ങനെ അതുപോലെ വളർത്താതിരിക്കുക. രാക്ഷസ കുലത്തിൽ ജനിച്ചിട്ടും രാവണനെ ഉപദേശിച്ച മണ്ഡോദരിയെ ഓർമ്മിക്കുക. തെറ്റ് ചെയ്ത ഭർത്താവിനെ അതേപോലെ അനുസരിക്കാതെ തെറ്റുകൾ തിരുത്തി കൊടുക്കുക. രാവണൻ ചെയ്ത തെറ്റിന്റെ കൂട്ടത്തില് കുംഭകർണൻ ഇരുന്നു നിന്നു. അതുകൊണ്ട് രണ്ടുപേരും ചത്തു. രാവണൻ ചെയ്ത തെറ്റിന്റെ കൂട്ടത്തിൽ വിഭീഷണൻ നിന്നില്ല. അതുകൊണ്ട് വിഭീഷണൻ മരിച്ചില്ല. ഒരു കാര്യം ഉറപ്പ്, ശ്രീകൃഷ്ണൻ പാണ്ഡവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, ശ്രീകൃഷ്ണൻ പാണ്ഡവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ശ്രീകൃഷ്ണൻ വിചാരിച്ചിരുന്നെങ്കിൽ തൻ്റെ കയ്യിലുള്ള ചക്രം കൊണ്ട് ദുര്യോധനനെ മാത്രം തീർത്തിരുന്നെങ്കിൽ കുരുക്ഷേത്ര ഭൂമിയിൽ യുദ്ധം ഒഴിവാക്കാമായിരുന്നു. കൃഷ്ണൻ ചെയ്തില്ല. എന്തുകൊണ്ട് കൃഷ്ണൻ ചെയ്തില്ല? ഉത്തരം ക്ലിയറാണ്. ഒരു രാഷ്ട്രത്തില്, ഒരു സമൂഹത്തില്, ഒരു വീട്ടില്, ഒരു വ്യക്തിയില് ധർമ്മബോധം ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം ഈശ്വരനല്ല. ധർമ്മബോധം ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം അതാത് വ്യക്തിക്ക്, അതാത് കുടുംബത്തിന്, അതാത് സമൂഹത്തിന്, അതാത് രാഷ്ട്രത്തിന്. 11 അക്ഷൗഹിണി പട കൗരവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. 7 അക്ഷൗഹിണിയെ ഉണ്ടായിരുന്നുള്ളൂ പാണ്ഡവരുടെ കൂട്ടത്തില്.
നിരായുധനായ കൃഷ്ണൻ ഇപ്പുറത്ത് നിന്നു. പക്ഷേ എല്ലാവരോടും പറഞ്ഞു, ധർമ്മോ രക്ഷതി രക്ഷിതഃ. ഗാന്ധാരിയുടെ അടുത്ത് ദുര്യോധനൻ വന്ന് നിന്നു. അമ്മേ, 11 അക്ഷൗഹിണി പടയുണ്ട് എന്റെ കൂട്ടത്തില്. വില്ലാളി വീരനും വീരശൂര പരാക്രമിയുമായ ഭീഷ്മരുണ്ട് എന്റെ കൂട്ടത്തില്. ഒരു പന്ത് വെള്ളത്തിൽ പോയപ്പോൾ പന്ത് പൊട്ടാതെ മുകളിലേക്ക് എടുക്കാൻ കഴിവുള്ള അസ്ത്രവിദ്യ അറിയുന്ന ദ്രോണാചാര്യർ എന്റെ കൂട്ടത്തിലുണ്ട്. സൂര്യൻ പുത്രനായ കർണൻ എന്റെ കൂട്ടത്തിലുണ്ട്. 11 അക്ഷൗഹിണി പട. ഞാൻ ജയിക്കും. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്. ഇനി ആഗ്രഹം അമ്മയുടെ അനുഗ്രഹം മാത്രം. ഗാന്ധാരി തലയ്ക്ക് കൈവച്ച് പറയണം, മകനെ വിജയീ ഭവാന്ന്. അമ്മ പറഞ്ഞില്ല. അമ്മ പറഞ്ഞില്ല. അത് ഭാരതത്തിന്റെ പ്രത്യേകത. ഈ രാഷ്ട്രം, പരമപവിത്രമായ രാഷ്ട്രം, ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങള്, ആയിരക്കണക്കിന് ഋഷീശ്വരന്മാര്, ആയിരക്കണക്കിന് വിഷയങ്ങളില് ആയിരക്കണക്കിന് വർഷങ്ങളായി എഴുതിയത്, ആയിരക്കണക്കിന് ആചാരങ്ങളും വിചാരങ്ങളും വിശ്വാസങ്ങളും സങ്കല്പങ്ങളും സന്ദേശങ്ങളും അനുഭവങ്ങളും കഥകളും ചേർത്ത് മാനവരാശിക്ക് നൽകിയത് മനസ്സിനെ ഉയർത്തുക, ശരീരത്തിനെ ഉയർത്തുക, കുടുംബ ബന്ധത്തെ ഉയർത്തുക. ആ കുടുംബ ബന്ധത്തില് ഗാന്ധാരി മകനോട് പറഞ്ഞു, യതോ ധർമ്മ തതോ ജയ. എവിടെ ധർമ്മമുണ്ടോ അവിടെ ജയമുണ്ട് മകനെ എന്ന്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് CNN IBN എന്ന ചാനലില്, CNN IBN എന്ന ചാനല് ചിലർ കണ്ടു കാണും. ഡൽഹി ഹൈക്കോടതിയില് ഒരു 28 വയസ്സുകാരനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച് അയാൾ കോടതിയിൽ നിന്ന് വിലങ്ങുകളിട്ട് പുറത്തേക്ക് വരുന്നൊരു കാഴ്ച കാണിച്ചിരുന്നു. പുറത്തേക്ക് വരുന്ന കാഴ്ച വീഡിയോയില് അയാള് വിലങ്ങുമായി പോലീസിന്റെ ജീപ്പിന്റെ അടുത്തെത്തി. ജീപ്പിന്റെ അടുത്തെത്തിയപ്പോ ആ വിലങ്ങിട്ട കുറ്റവാളി പോലീസുകാരനോട് പറഞ്ഞു, എൻ്റെ അമ്മ അവിടെ ഉണ്ട്, ഒന്ന് കണ്ടിട്ട് വന്നോട്ടെ എന്ന്. പോലീസുകാർ പറഞ്ഞു, ജാക്കെ ആവോന്ന്, പോയിട്ട് വരുമെന്ന് ഹിന്ദിയിൽ പറഞ്ഞു. ഈ വിലങ്ങുമായിട്ട് മകൻ അമ്മയുടെ അടുത്തെത്തി. ഉറക്കെ പറഞ്ഞു. ഈ CNN IBN കേൾക്കാൻ നമുക്ക്, മാ തുझे मैंने ऐसा बनाया, तूने मुझे ऐसा बनाया, तूने मुझे ऐसा बनाया, तूने मुझे चोरी करने को बोला, मैंने चोरी किया, अभी तो मैं जा रहा हूं पुलिस के साथ, तुमने मुझे ऐसा बनाया എന്ന് പറഞ്ഞ് 3 പ്രാവശ്യം കാർക്കിച്ച് അമ്മയുടെ മുഖത്ത് തുപ്പി ആ പയ്യൻ പുറകോട്ട് വന്ന് ജീപ്പിൽ കയറിപ്പോയി. എന്റെ മുമ്പിൽ ഇരിക്കുന്ന മാതാപിതാക്കളോട് ഗോപാലകൃഷ്ണൻ പറയുന്നു, നിങ്ങളുടെ മകനായി മകളായി ജനിക്കാൻ ഭാഗ്യം കിട്ടിയ ആ കുട്ടികൾക്ക് ധ്രുവനെ പോലെ നന്മ നിറഞ്ഞ സന്ദേശങ്ങൾ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. നന്മ നിറഞ്ഞ ജീവിതാനുഭവങ്ങൾ കൊടുക്കാൻ സാധിക്കണം. നന്മ നിറഞ്ഞ കഥകൾ പറയാൻ സാധിക്കണം. കഥകൾ പറഞ്ഞ് അവസാനിപ്പിക്കരുത്. പല സ്ഥലത്തും ഭാഗവതം വായിക്കുന്നവര് കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു, സന്ദേശം കൊടുക്കുന്നില്ല. അതുപോലെ നിങ്ങൾ ചെയ്യരുത്. കഥ പറഞ്ഞ് സന്ദേശവും കൊടുത്ത് മക്കളുടെ മനസ്സിലേക്ക് നന്മകൾ വളർത്തുക. ജീവിതാനുഭവങ്ങൾ നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്ത് മക്കളുടെ മനസ്സിനെ ഉയർത്തുക. സന്ദേശങ്ങൾ കൊടുത്ത് അവരെ നല്ലവരാക്കുക. അവർക്ക് തോന്നണം, നിങ്ങളെ പോലെയുള്ള അമ്മയുടെയും അച്ഛന്റെയും മകനായി ജനിക്കാൻ ഭാഗ്യം കിട്ടിയത് ഈശ്വരാനുഗ്രഹം കൊണ്ടാണെന്ന്. മക്കളോട് നിങ്ങൾ പറയണം, നിന്നെ പോലെ മകനെ, നിന്നെ പോലുള്ള ഒരു മകളെ കിട്ടിയത് അമ്മയുടെ പുണ്യമാണ് എന്ന് പറയാൻ എൻ്റെ മുമ്പിലുള്ളവർക്ക് നിങ്ങളുടെ മക്കൾക്ക് സാധിക്കണം. മക്കളെ ഗ്രേറ്റ് ആക്കണം, മക്കളെ ഗുഡുമാക്കണം. They should become great and also they should become good. നല്ലവരുമാകണം, വലിയവരുമാകണം. 3-ാമത്തെ വയസ്സു മുതൽക്ക് ഭാഗവതത്തിലെ കഥകള്, മഹാഭാരതത്തിലെ സംഭവങ്ങള്, വേദത്തിലെ സന്ദേശങ്ങള് ഒരു ദിവസം 15 മിനിറ്റ് മതി. 15 മിനിറ്റ് മക്കളെ മടിയിലിരുത്തി, മടിയിൽ കിടത്തി, കൈകൊണ്ട് തലോടിക്കൊണ്ട് നല്ല ചിരിച്ച മുഖവുമായിട്ട് അമ്മയുടെ മുഖം മക്കളുടെ മനസ്സിലുണ്ടാവണം. നമ്മുടെ പുരാണങ്ങളിലുണ്ട് കഥകള്, നമ്മുടെ ഇതിഹാസങ്ങളിലുണ്ട് ആയിരക്കണക്കിന് കഥകള്.
അതേപോലെ തന്നെ ഇതിഹാസങ്ങളിലുണ്ട് ആയിരക്കണക്കിന് അനുഭവങ്ങള്, വേദങ്ങളിലുണ്ട് സന്ദേശങ്ങള്. ഇതൊന്നും സ്വർഗത്തിലേക്ക് പോവാനുള്ളതല്ല. ഇതൊന്നും സ്വർഗത്തിലേക്ക് പോവാനുള്ളതല്ല. ഭൂമിയിൽ തന്നെ സ്വർഗസുഖമ ജീവിതം അനുഭവിക്കാനുള്ളത്. ആരെങ്കിലും നിങ്ങളോട് സ്വർഗത്തിലേക്ക് പോവാനുള്ളതാണെന്ന് പറഞ്ഞാൽ ആ ഉടനെ ചോദിക്കുക, എവിടെ സ്വർഗം? ഭൂമിയിൽ തന്നെ സ്വർഗം. സുഗതി എത്ര ഭവതി തത്ര ഏവ സ്വർഗ. ജീവിതത്തിൽ മുമ്പോട്ടുള്ള പ്രയാണത്തില് തടസ്സങ്ങളും ദുഃഖങ്ങളും വേദനകളും ഇല്ലാതെ വരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര് സ്വർഗം. അത് എലിവേറ്റഡ് പൊസിഷനാണ്. സ്വർഗം എന്ന് പറഞ്ഞാൽ എലിവേറ്റഡ് പൊസിഷൻ, നരകം എന്ന് പറഞ്ഞാൽ ഡിപ്രസ്ഡ് പൊസിഷൻ. എലിവേറ്റഡ് പൊസിഷൻ എന്ന വാക്കിന്റെ അർത്ഥം ആകാശത്തിന്റെ മുകളിലാണെന്നല്ല. ഡിപ്രസ്ഡ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭൂമിക്ക് താഴെയും എന്നല്ല. അതുകൊണ്ട് നമ്മുടെ സ്വർഗം നമ്മുടെ വീട്ടിനകത്ത് ഉണ്ടാക്കേണ്ടത് ഗുരുവായൂരപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം എന്ന് എഴുതിയിട്ടാണെന്ന് എനിക്ക് തോന്നണില്ല. എഴുതുന്നതിൽ തെറ്റൊന്നുമില്ല. അതിനേക്കാൾ നന്നായിട്ട് എഴുതാനുള്ളത് നമ്മുടെ പ്രവൃത്തി, നമ്മുടെ വീടിന്റെ ഐശ്വര്യം. ഞാനിത് പറയാൻ കാരണം, പാണ്ഡവരോട് തന്നെ പറഞ്ഞു കൃഷ്ണൻ യുദ്ധം ചെയ്യാൻ. എന്നിട്ട് ധർമ്മത്തെ സ്ഥാപിക്കുക. ധർമ്മോ രക്ഷതി രക്ഷിതഃ ധർമ്മമേവ ഹതോ ഹന്തി. ധർമ്മത്തെ രക്ഷിക്കുന്നവനെ ധർമ്മം രക്ഷിക്കും, ധർമ്മത്തെ നശിപ്പിക്കുന്നവനെ ധർമ്മം നശിപ്പിക്കും. നമ്മുടെ വീട്ടിനകത്ത് നമ്മുടെ മക്കൾക്ക് നന്മ നിറഞ്ഞത് പറഞ്ഞു കൊടുക്കാൻ 21-ാം നൂറ്റാണ്ടില് അത്രയും വലിയ വിഷമമൊന്നുമില്ല. ധാരാളം കാര്യങ്ങളുണ്ട്. നമ്മുടെ ഭാര്യാഭർത്താക്കന്മാര് മനസ്സിനകത്ത് വാശിയും പകയും വിദ്വേഷവും ഇല്ലാതെ ധന്യമായൊരു ജീവിതം നയിക്കാൻ നമ്മുടെ മാതാപിതാക്കൾക്ക് അവരുടെ അവസാനത്തെ ശ്വാസം വരെ മക്കളായി ജനിക്കാൻ ഭാഗ്യം കിട്ടിയ നമുക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ളത് കൊടുക്കാൻ സാധിക്കണം. ഇത്ര ഗംഭീരമായൊരു ജീവിത സന്ദേശം ഭാരതത്തിലുണ്ട്. ഭാരതത്തിലുണ്ടത് ഭാരതത്തിലേ ഉള്ളൂ. അതുകൊണ്ട് കൗരവരുടെ ജീവിതവും പാണ്ഡവരുടെ ജീവിതവും കൃഷ്ണന്റെ ജീവിതവും എല്ലാം നമ്മളെ കാണിക്കുന്നു ദൃഢമായ കുടുംബബന്ധം. ദൃഢമായ കുടുംബബന്ധം. ഇന്നു മുതൽക്ക്, ഈ ദിവസം മുതൽക്ക്, ഏപ്രിൽ 9-ാം തീയതി മുതൽക്ക് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരോട് ഗോപാലകൃഷ്ണൻ അഭ്യർത്ഥിക്കുന്നു, ഭർത്താവിന് ഭാര്യ ചോറ് വിളമ്പിക്കൊടുക്കണം. ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. മക്കൾക്ക് അമ്മ ചോറ് വിളമ്പിക്കൊടുക്കണം. ജീവിതത്തില് ഓരോ ദിവസവും ഒരു നേരമെങ്കിലും അമ്മയും അച്ഛനും മക്കളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. വാശിയും പകയും വിദ്വേഷവും ഒഴിവാക്കണം. എത്ര കാലം ഭൂമിയിൽ ജീവിക്കുന്നു എന്നറിഞ്ഞുകൂടാ. ജീവിക്കുന്നിടത്തോളം കാലം ധന്യമായൊരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം. എത്ര കാലം ഭർത്താവിന് ചോറ് വിളമ്പിക്കൊടുക്കാൻ ഭാര്യയുടെ തലയിൽ എഴുതിയിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ. ഭാര്യ വിളമ്പിത്തരുന്ന ചോറ് കഴിക്കാൻ ഭർത്താവിന് എത്ര കാലം തലയിൽ വിധിയുണ്ടെന്ന് അറിഞ്ഞുകൂടാ. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം യൂസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ, പർപ്പസ്ഫുൾ ആൻഡ് പീസ്ഫുൾ, ഇൻ ഷോർട്ട് മീനിങ്ഫുൾ ജീവിതം നയിക്കാൻ സാധിക്കുമ്പോൾ കുടുംബ ബന്ധം ദൃഢമാകും. അപ്പൊ മനസ്സിനെ വാശിയിൽ നിന്നും പകയിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും സംതൃപ്തിയിലേക്കും ബഹുമാനത്തിലേക്കും സ്നേഹത്തിലേക്കും ആദരവിലേക്കും ഉയർത്തുക. ശരീരത്തെ മദ്യത്തിൽ നിന്ന് മോചിപ്പിക്കുക, മാംസത്തിൽ നിന്ന് മോചിപ്പിക്കുക. ആവശ്യമില്ലാത്ത മരുന്നുകള് കഴിക്കാതിരിക്കുക. ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയില് MSc ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച് പുറത്തേക്ക് വരാൻ ഭാഗ്യം കിട്ടിയത് കൊണ്ട് ഞാൻ പറയുക, കേരളത്തിലെ ഓരോ മെഡിക്കൽ ഷോപ്പിലൂടെ വിതരണം ചെയ്യുന്ന മരുന്നുകളും 60% വിഷമാണ്. പുറത്ത് ചെലവാകാത്തതാണ് ഇവിടെ വിൽക്കുന്നത്. പല സോഫ്റ്റ് ഡ്രിങ്കും കുട്ടികൾക്ക് അമേരിക്കയിൽ ഉറങ്ങാൻ കിടക്കുന്നത് ആ സോഫ്റ്റ് ഡ്രിങ്ക് ഇവിടെ സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മൾ കൊടുക്കുന്നു. എക്സ്ട്രാ ഗ്രോയിങ് പവർ. മക്കൾക്ക് ആവശ്യമുള്ളത് നോർമൽ ഗ്രോയിങ് പവർ അല്ലേ? എന്തിന് മെമ്മറി കൂട്ടാൻ ആവശ്യമില്ലാത്ത ലേഹ്യം അടിച്ച് കയറ്റണം? കുട്ടികൾക്ക് ആവശ്യത്തിന് മെമ്മറി ഉണ്ട്, ആവശ്യത്തിന് ഗ്രോത്ത് ഉണ്ട്, അത് മതി. മക്കളെ ആവശ്യമില്ലാതെ തടിയനും പൊക്കമുള്ളവനും അമാനുഷികനും ആക്കാമെന്ന് ധരിക്കല്ലേ. നല്ല ശരീരം കൊടുക്കുന്നതോടൊപ്പം മക്കൾക്ക് നല്ല മനസ്സും കൂടി കൊടുക്കണം. നല്ല ശരീരത്തിലെ നല്ല മനസ്സ് ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ മനസ്സ് അതേപോലെ ഉണ്ടാവണം. നന്മ നിറഞ്ഞ കുടുംബത്തിലേക്ക് അച്ഛനും അമ്മയും ജീവിതത്തിൽ പകർത്താത്തത് മക്കളോട് ജീവിതത്തിൽ പകർത്തണമെന്ന് പറയരുത്.
ധ്രുവന്റെ കഥ ഗംഭീരമായിട്ട് ഭാഗവതത്തിൽ പറയുന്നു. സുനീതി എന്ന അമ്മ ധ്രുവനെ എത്ര ഭംഗിയായിട്ടാണ് പരമമായ സത്യം അന്വേഷിക്കാനായിട്ട് വിട്ടത്. അതേപോലെയല്ലേ ദേവഹൂതി മകനോട് പറയുന്നു, എനിക്ക് സാങ്ഖ്യയോഗം പഠിപ്പിച്ചു തരണം. കപില മഹർഷി സാങ്ഖ്യയോഗം അമ്മയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അമ്മയ്ക്ക് 80 വയസ്സായി, എഴുന്നേറ്റ് നടക്കാൻ വയ്യ. മകൻ അമ്മയോട് ചോദിച്ചില്ല, 80ാമത്തെ വയസ്സില് സാങ്ഖ്യയോഗം പഠിച്ചിട്ട് അമ്മ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന്. മകൻ പഠിപ്പിച്ചു കൊടുത്തു. സിദ്ധാനാം കപിലോ മുനി, സിദ്ധന്മാരിൽ സിദ്ധനായ കപില മഹർഷി ഉജ്ജ്വലമായി അമ്മയ്ക്ക് പഠിപ്പിച്ചു സാങ്ഖ്യയോഗം എന്തെന്ന്. ഇത്ര എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ദർശനങ്ങളിൽ ഒന്നല്ല സാങ്ഖ്യ ദർശനം. പഠിപ്പിച്ചു കൊടുത്തു ഭംഗിയായിട്ട്. ഓരോ അമ്മയ്ക്കും അച്ഛനും ഉത്തരവാദിത്വമുണ്ട് മക്കളെ നന്മയിലേക്ക് വളർത്താൻ. പുരാണത്തിലെ കഥകളും ഇതിഹാസത്തിലെ അനുഭവങ്ങളും വേദത്തിലെ ഉജ്ജ്വലങ്ങളായ സന്ദേശങ്ങളും പറയുന്നു, കുടുംബ ബന്ധം ദൃഢമാക്കുക. അടുത്തത് ഒന്നുകൂടി നമ്മുടെ ധർമ്മം. അത് ഭാഗവത സത്ര സദസ്സിൽ തന്നെ എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു പക്ഷേ ചിലർക്ക് തോന്നിയേക്കാം ഇതിവിടെ വേണോ എന്ന്. ഇതും വേണം ഇവിടെ. കാരണം ധർമ്മത്തെ നേരിടാൻ, ധർമ്മത്തെ ഉയർത്താൻ, ധർമ്മത്തെ അഭിമുഖീകരിക്കാൻ, അധർമ്മത്തെ ഇല്ലാതെയാക്കാൻ. അതിനാണ് ശ്രീകൃഷ്ണൻ ഭൂമിയിൽ ജനിച്ചത്. അമ്മാവനായ കംസനെ പോലും വധിക്കാൻ കൃഷ്ണന് വിഷമമുണ്ടായിരുന്നില്ല. കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, ഹേ അർജുന, മുമ്പിലിരിക്കുന്നത് ഭീഷ്മരാണ്. ഭീഷ്മരെ തകർക്കാൻ നിനക്ക് സാധിക്കില്ല. വില്ലാളി വീരനാണ്, ധർമ്മശാസ്ത്രം അറിയാവുന്നവനാണ്. വില്ലെടുത്ത് കൊലച്ചാൽ പാണ്ഡവ വംശം മൊത്തത്തിൽ കത്തിയില്ലാണ്ടാവും. അത്ര കപ്പാസിറ്റിയുള്ള ഭീഷ്മരെ തകർക്കാതെ പാണ്ഡവർക്ക് ജയം സാധ്യമല്ല അർജുന. കൃഷ്ണൻ പറഞ്ഞു, ശിഖണ്ഡിയെ മുമ്പിൽ നിർത്തിയിട്ട് അടിച്ചു തെറിപ്പിക്കാൻ. ആ കൃഷ്ണനെ നമുക്ക് പരിചയമില്ല. നമ്മളിപ്പോഴും കൃഷ്ണനെ നിറഞ്ഞ പീലികൾ നിരക്കവേ കുത്തി, നിറുകയിൽ കുത്തി, ചിറാമൊടു കെട്ടി. മലയാളത്തിലെ വരിയാണ്, മലയാളികളായ സ്ഥിതിക്ക് കേട്ടിട്ടുണ്ടാവില്ല. അപ്പോ ഈ ശ്ലോകത്തിലാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത്. നമ്മൾ വിചാരിച്ചു കൃഷ്ണൻ എൻ്റെ പാപം ഏറ്റെടുക്കും. കൃഷ്ണൻ അവതരിച്ചത് പാപം ഏറ്റെടുക്കാനാണ്. ഗോപാലകൃഷ്ണൻ പറയുന്നു, അല്ല, കൃഷ്ണൻ ഏറ്റെടുത്തത് പാപം, കൃഷ്ണൻ ജനിച്ചത് പാപം ഏറ്റെടുക്കാനല്ല. എന്താ കാരണം? പാപം ട്രാൻസ്ഫറബിൾ അല്ല. പാപം ട്രാൻസ്ഫറബിൾ അല്ല, വേദന ട്രാൻസ്ഫറബിൾ അല്ല, വിശപ്പ് ട്രാൻസ്ഫറബിൾ അല്ല, ദാഹം ട്രാൻസ്ഫറബിൾ അല്ല, KSRTC ടിക്കറ്റും ട്രാൻസ്ഫറബിൾ അല്ല. പിന്നെ എങ്ങനെയാ ഈ പാപം ട്രാൻസ്ഫറബിൾ ആവുന്നത്? ചിലപ്പോ ഈ പള്ളിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തന്നെത്താനെ പ്രാർത്ഥിച്ചൂടെ? എന്തിനീ കർത്താവിനെ വിളിക്കണത്? അവനവന് പ്രാർത്ഥിച്ചൂടെ? വിശുദ്ധ യൂദാദാസേ ഞങ്ങളുടെ പാപം ഏറ്റെടുക്കണമേ. അങ്ങനെ എന്തിനാ പാപം ഏറ്റെടുക്കണേ? അവനവൻ ചെയ്ത കർമ്മത്തിന്റെ ഫലം അവനവൻ അനുഭവിക്കണം. ഈശ്വരൻ അനുഭവിക്കില്ല. ഈശ്വരൻ അനുഭവിച്ചു തീർക്കേണ്ടതല്ലാതെ. ഈശ്വരൻ ജഡ്ജി അല്ല, ഈശ്വരൻ IG ഓഫ് പോലീസ് അല്ല. പാപം ചെയ്തവൻ അത് അവൻ അനുഭവിച്ചേ മതിയാവൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഭാരത സംസ്കാരം, ആ സംസ്കാരം നിലനിൽക്കേണ്ടത് എന്റെയും നിങ്ങളുടെയും ആവശ്യം. അസാധാരണമാം വിധത്തില് ഞാൻ പറഞ്ഞ 3 വാക്കുകള്: 1 മനസ്സിനെ എലിവേറ്റ് ചെയ്യുക, 2 ശരീരത്തെ എലിവേറ്റ് ചെയ്യുക, 3 കുടുംബ ബന്ധത്തെ, കുടുംബ ഭദ്രതയെ എലിവേറ്റ് ചെയ്യുക, 4ാമത്തേത് നമ്മുടെ ധർമ്മത്തെ എലിവേറ്റ് ചെയ്യുക. ആ ധർമ്മം ലോകമെമ്പാടുമുള്ള ജനത 2 കൈയും നീട്ടി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തില് ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരാ നമ്മള്. നാസായിൽ പോയി, അമേരിക്കയില്, ഇംഗ്ലണ്ടില്, കാനഡയില്, 1 മാസം മുമ്പ് ചൈനയിലേക്കും പോയി, 40 രാജ്യങ്ങളിൽ പോയി. ലോകങ്ങളിലെ എവിടെയെല്ലാം പോയോ അവിടെയെല്ലാം ഭാരതീയ പൈതൃകം, ഭാരതത്തിന്റെ വേദങ്ങള്, ഭാരതത്തിലെ ഭഗവത്ഗീത, ഭാരതത്തിലെ ആയുർവേദം, ഭാരതത്തിലെ യോഗ, ഭാരതീയമായിട്ടുള്ള പുരാണങ്ങളുടെ സന്ദേശങ്ങള്, ഭാരതത്തിന്റെ മാനേജ്മെന്റ് പ്രിൻസിപ്പിള്, ഭാരതത്തിലെ വേദഗണിതം, ഭാരതത്തിലെ സംഗീതം, ഭാരതത്തിലെ നൃത്യങ്ങള്, വേദിക് മാത്തമാറ്റിക്സ്, ഭാരതത്തിലെ സംസ്കൃതം, ഇവയെല്ലാം 2 കൈയും നീട്ടി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തില് പണ്ഡിതരും
ചിന്തകരും ശാസ്ത്രജ്ഞന്മാരും എല്ലാവരും ഭാരതത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരാ നമ്മള്. BC 8275 പ്ലസ് AD 2012, BC 8275 പ്ലസ് AD 2012, ഒരു 10,000 വർഷത്തെ പാരമ്പര്യമുള്ള ഡിവൈഡഡ് ബൈ 20, 500 തലമുറകള് ലോകത്തിന്റെ മുമ്പിൽ കാഴ്ചവെച്ച ഒരു ധർമ്മം, സനാതന ധർമ്മം, ഹിന്ദു ധർമ്മം, അത് മാത്രമേ ഇപ്പൊ ഭൂമിയിൽ നിലനിൽക്കുന്നുള്ളൂ. മെസോപ്പൊട്ടേമിയൻ സംസ്കാരം പോയി, ബാബിലോണിയൻ സംസ്കാരം ഇന്നില്ല, ഈജിപ്ഷ്യൻ സംസ്കാരമില്ല, റോമാ സംസ്കാരമില്ല, ചൈനീസ് സംസ്കാരമില്ല. ഇപ്പൊ കുറേശ്ശെ പുറകോട്ട് വരുന്നതായിട്ട് പോയപ്പോ കാണാൻ സാധിച്ചു. എല്ലാ സംസ്കാരങ്ങളും നശിച്ചപ്പോഴും ഓർമ്മിക്കുക, ഭൂമിയുടെ മുകളില് ഓൺ ദി സർഫസ് ഓഫ് ദ ഗ്ലോബ് എർത്ത് 1 ബില്യൺ ഹിന്ദുക്കളുണ്ട്. 100 കോടി ഹിന്ദുക്കൾ ജീവിച്ചിരിക്കുന്നു. ആ ഹിന്ദു ഈ കഴിഞ്ഞ 1000 വർഷങ്ങളായിട്ട് ഏറ്റവും സന്തോഷകരമായ ഒരു ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണത്. AD 995 മുതൽക്ക് AD 995 മുതൽക്ക് മുഹമ്മദ് ഗസ്നി വന്നത് മുതൽക്ക് 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രി വരെ ഈ നാട്ടിലെ വേദന അനുഭവിച്ചത് ഹിന്ദുക്കൾ മാത്രം. ആ ഹിന്ദു ധർമ്മം ഇന്ന് നിലനിൽക്കുന്നത് ഒത്തിരി പേരുടെ ത്യാഗം കൊണ്ടാണ്. ആയിരക്കണക്കിനല്ല, 10,000-കണക്കിന് വ്യക്തികളുടെ ത്യാഗം കൊണ്ടാണ്. ഇപ്പൊ ഭരിക്കുന്നവരുടെ ത്യാഗം കൊണ്ടൊന്നും അല്ല. അതുകൊണ്ട് ഓർമ്മിക്കുക, ഈ ധർമ്മത്തെ കഴിഞ്ഞ തലമുറകളിൽ നിന്ന് നമ്മൾ ഏറ്റെടുത്തത് അടുത്ത തലമുറകളിലേക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ശ്രീകൃഷ്ണൻ ചെയ്തു കാണിച്ചു തന്നതുപോലെ നമുക്കും ചെയ്യാനും പ്രവർത്തിക്കാനും മറ്റുള്ളവരെ അറിയിക്കാനുമുണ്ട്. ഇന്ന് ഭാരതത്തില് ഏറ്റവും അധികം മതപരിവർത്തനം നടക്കുന്നു. 29,000 പേര് പെർ ഡേ കൺവെർട്ട് ചെയ്യുന്നു. 69,000 കോടി രൂപ അക്കൗണ്ടഡ് മണി ഭാരതത്തിൽ കൺവേർഷൻ ഉപയോഗിക്കുന്നു. 42 ലക്ഷം ഫുൾ ടൈം വർക്കേഴ്സ് ഭാരതത്തില് മതപരിവർത്തനത്തിന് പ്രവർത്തിക്കുന്നു. 2.5 ലക്ഷം കേരളത്തിലെ അച്ഛന്മാരും കന്യാസ്ത്രീകളും അതിന് നേതൃത്വം നൽകുന്നു. ഒരു ബിഷപ്പ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധമായ ഒരു TV ചാനലില് രാവിലെ പറയുന്നൊരു വരി ഞാൻ കേട്ടു. 2020 എന്നൊരു വർഷമുണ്ടെങ്കിൽ, 2020 എന്നൊരു വർഷമുണ്ടെങ്കിൽ ഭാരതത്തിന്റെ പാർലമെന്റ് സമ്മേളനം ബൈബിള് വായിച്ചിട്ടായിരിക്കും തുടങ്ങുക. ഇത് അദ്ദേഹം പറഞ്ഞ വരിയ. ഇത്രയും ശ്രീകൃഷ്ണ പ്രതിമയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഗോപാലകൃഷ്ണൻ നെഞ്ചത്ത് കൈവച്ച് പറയുന്നു, 1000 വർഷം വിദേശികൾ ഈ രാജ്യം ഭരിച്ചിട്ടും ഇങ്ങനെ ഒരാൾ പറഞ്ഞിട്ടില്ല. കേരളം അറിയപ്പെടുന്ന, നിങ്ങൾക്കറിയുന്ന ഒരു ബിഷപ്പ് 2500ഓളം വരുന്ന ക്രിസ്ത്യാനികളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞപ്പോൾ അല്പം ദുഃഖം തോന്നി എനിക്ക്. നമ്മുടെ രാഷ്ട്രം നമ്മൾ ഭരിക്കുമ്പോൾ നമ്മുടെ ധർമ്മത്തെ സ്ഥിരമായിട്ട് ശാശ്വതമായിട്ട് ഉയർത്താനും വളർത്താനും എനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ ആരുടെ തെറ്റ്? നമ്മുടെ പൂർവികർ ഈ ധർമ്മത്തെ നിലനിർത്താൻ മരിച്ചു. കഴിവിൽ പോലും കേറിയവര് ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും അവഹേളിച്ചുമാണ് ക്രിസ്ത്യാനികൾ ഭാരതത്തിലെ ഹിന്ദുക്കളെ മതപരിവർത്തനം ചെയ്യുന്നത്. വിളക്കിന്റെ മുകളില് കുരിശ് വെച്ചാൽ കുരിശിനെ ഭാരതവൽക്കരിക്കലാവില്ല, വിളക്കിനെ ക്രൈസ്തവൽക്കരിക്കലാണത്. ഓരോ പള്ളിയിലും കൊടിമരം വെച്ച് കുരിശ് വെച്ചാൽ കൊടിമരത്തെ, കുരിശിനെ ഭാരതവൽക്കരിക്കലല്ല. ഭാരതത്തിലെ ക്ഷേത്ര സങ്കല്പത്തില് ഏറ്റവും പവിത്രമായ കൊടിമര സങ്കല്പത്തെ ക്രൈസ്തവൽക്കരിക്കല്. മലയാറ്റൂർ പള്ളിയിലേക്ക് കാവി ഉടുത്ത് പോകുമ്പോൾ പാവപ്പെട്ട ഹിന്ദുക്കളെ പറ്റിക്കാനാണത് എന്നുകൂടി മറക്കരുത്. എത്രയോ ഭാരതവൽക്കരണം നടക്കുമ്പോൾ ഓർമ്മിക്കുക, യഥാർത്ഥത്തിൽ ഭാരതവൽക്കരണം നടന്നിരുന്നു എങ്കിൽ പരമപൂജനീയനായ ദൈവപുത്രനായ ഈശ്വരതുല്യനായ ഗുരുഭൂതനായ യേശുദേവനെ ആണിയടിച്ച് തറച്ചു കൊന്ന കുരിശ് കഴുത്തിലിട്ടുകൊണ്ട് നടക്കുമായിരുന്നില്ല.
കുരിശ് പവിത്രമാവില്ല. ഭാരതീയ വിധിപ്രകാരം കുരിശ് പവിത്രമായി എങ്കിൽ ആകേണ്ടിയിരുന്നത് മഹാത്മാഗാന്ധി അല്ല, മഹാത്മാഗാന്ധിയെ കൊന്ന ആ പിസ്റ്റളാണ് പവിത്രമാവേണ്ടത്. മഹാത്മാഗാന്ധിയെ കൊന്ന പിസ്റ്റളല്ല ആരും പൂജിക്കാറുള്ളത്. ഭാരതത്തിന്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ്. എന്തുകൊണ്ട് കുരിശിനെ മാറ്റണില്ല? ഓരോ പള്ളിയിലും യേശുക്രിസ്തുവിന്റെ രക്തം എന്ന് പറഞ്ഞ വീഞ്ഞു കുടിക്കുന്നത് ഇത് ഭാരതത്തിന്റെ ചിന്തയ്ക്ക് യോജിച്ചിട്ടുണ്ടോ? യേശുക്രിസ്തുവിന്റെ ശരീരം എന്ന് പറഞ്ഞു ഗോതമ്പുണ്ട തിന്നുന്നു. വേണോ അത്? യേശുക്രിസ്തുവിന്റെ തീർത്ഥമായിക്കൂടെ? യേശുക്രിസ്തുവിന്റെ പ്രസാദമായിക്കൂടെ? ഇതെന്തിനാ ഭാഗവത സത്രവേദിയിൽ പറയുന്നത്? ശ്രീകൃഷ്ണൻ ധർമ്മത്തെ സ്ഥാപിക്കാൻ, അധർമ്മത്തിനെതിരെ പൊരുതാൻ സത്യസന്ധമായിട്ട് വിരലു ചൂണ്ടിക്കൊണ്ട കർണനോട് പറഞ്ഞത്, കർണന്റെ രഥചക്രം മണ്ണിൽ പൂണ്ടുപോയപ്പോൾ കർണൻ ചോദിച്ചു കൃഷ്ണനോടും അർജുനനോടും, കൃഷ്ണ നീ അവതാരമാണ്, ത്രികാലജ്ഞാനിയാണ്. അർജുന നീ പാണ്ഡവത്തിൽ മധ്യസ്ഥനാണ്, എല്ലാം അറിയുന്നവൻ, ധർമ്മശാസ്ത്രം. എന്റെ രഥത്തിന്റെ ചക്രം മണ്ണിൽ പൂണ്ടുപോയപ്പോൾ ഇനി എനിക്ക് ആയുധമെടുക്കാൻ വയ്യ, ഒരല്പസമയം തരണം, ഈ രഥചക്രത്തെ ഒന്ന് മുകളിലേക്ക് എടുത്തുകൊള്ളട്ടെ. അപ്പ കൃഷ്ണൻ കർണനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇപ്പോഴും എൻ്റെ ചെവിയിൽ അത് മുഴങ്ങുന്നു. കർണ, ഒരു ചോദ്യം ഞാൻ നിന്നോട് ചോദിക്കട്ടെ. ഒരു സ്ത്രീ, ഒരു പതിവ്രതയായ സ്ത്രീ സദസ്സിൽ വെച്ച് വസ്ത്രമുരിഞ്ഞ് അവഹേളിതയായപ്പോൾ, ഒരു സ്ത്രീയെ ഒരു സദസ്സിൽ അവഹേളിച്ചപ്പോൾ, കർണ നിന്റെ ധർമ്മബോധം എവിടെ പോയി? ഭീഷ്മരുടെ ധർമ്മബോധം എവിടെ പോയി? ദ്രോണരുടെ ധർമ്മബോധം എവിടെ പോയി? അവിടെയൊന്നുമില്ലാതിരുന്ന ധർമ്മബോധം ഇപ്പൊ നിനക്ക് വേണമല്ലേ? ഇത് പറഞ്ഞ് കൃഷ്ണൻ ചോദ്യത്തിന് ഉത്തരവൊന്നും കാത്തു നിന്നില്ല. അർജുനനോട് പറഞ്ഞു അടിച്ചു തെറിപ്പിക്കാൻ. ആ വാക്കേ ശരിയായിട്ടുള്ളൂ, അടിച്ചു തെറിപ്പിക്കല്. വേറെ മലയാള വാക്കൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ ഉപയോഗിച്ചത്. ഇതാണ് ഇന്ന് ഹൈന്ദവ ജനതയ്ക്ക് കൃഷ്ണൻ പറഞ്ഞു തന്ന ഉപദേശം. ഒന്നുകൂടിയുണ്ട്. ധർമ്മം അറിയാവുന്ന ഭീഷ്മര് അധർമ്മത്തിനു വേണ്ടി യുദ്ധം ചെയ്തു. ധർമ്മം അറിയാവുന്ന ഭീഷ്മര് അധർമ്മത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് യുദ്ധം ചെയ്തു. അതുകൊണ്ട് ഈ മഹാഭാരത യുദ്ധത്തില് ഭീഷ്മർക്ക് മാത്രമാണ് ശരശയ്യയിൽ കിടക്കേണ്ടി വന്നത്. ബാക്കി ആർക്കും ശരശയ്യയിൽ കിടക്കേണ്ടി വന്നില്ല. ധർമ്മമറിയാവുന്ന ദ്രോണാചാര്യര് താൻ പഠിപ്പിക്കാത്ത, ധർമ്മമറിയാവുന്ന ദ്രോണാചാര്യര് താൻ പഠിപ്പിക്കാത്ത ഏകലവ്യന്റെ കയ്യിൽ നിന്ന് പെരുവിരല് ദക്ഷിണ വാങ്ങിച്ചു. അതുകൊണ്ടാണ് ഇത്രയും പാത്തറ്റിക്, ദുഃഖകരമായ